വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. നമ്മൾ ഇന്ന് ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള ഡ്രാമയെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് സിലബസിൽ ഡീറ്റെയിൽ സ്റ്റഡി ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്രിസ്റ്റഫർ മാർലോ ഷേക്സ്പിയറിന് മുൻപ് ജനിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഡ്രമാറ്റിസ്റ്റാണ്. അദ്ദേഹം 29 വയസ്സ് വരെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ആ 29 വയസ്സിനുള്ളിൽ എഴുതിയിട്ടുള്ള കൃതികൾ ഇപ്പോഴും, അതായത് 1564 അദ്ദേഹം ജനിച്ചത്. 1564 അദ്ദേഹം ജനിച്ചിട്ട് ഇപ്പം ഈ 2026 വരെ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകൾ വളരെ പോപ്പുലറാണ്. സോ കാലാതീതമായിട്ടുള്ള എഴുത്തുകൾ കൊണ്ട് പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്റ്റഫർ മാർലോ. 1564 അദ്ദേഹം ജനിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൻ്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഡ്രമാറ്റിക് ബ്ലാങ്ക് വേഴ്സ്. ഹി ഈസ് best known for the establishment of dramatic blank verse. അപ്പോൾ ക്രിസ്റ്റഫർ മാർലോയുടെ വളരെ പ്രത്യേകത ആയിട്ടുള്ളൊരു സംഭവമാണ് ബ്ലാങ്ക് വേഴ്സ് എന്നുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ ഓവർ റീച്ചിങ് പ്രോട്ടഗോണിസ്റ്റ് ആയിരിക്കും. ഇത് പോയിന്റ് ആയിട്ട് നിങ്ങൾ എഴുതി പഠിക്കുക. ഒന്നാമത്തത് ബ്ലാങ്ക് വേഴ്സ്, രണ്ടാമത്തത് ഓവർ റീച്ചിങ് പ്രോട്ടഗോണിസ്റ്റ്. ഓവർ റീച്ചിങ് പ്രോട്ടഗോണിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി അംബീഷ്യസ്, സാധാരണക്കാരെ പോലുള്ള ആഗ്രഹങ്ങളൊന്നുമല്ല, അതിൽ കൂടുതൽ വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ക്രിസ്റ്റഫർ മാർലോയുടെ ക്യാരക്ടേഴ്സ്. പിന്നെ അദ്ദേഹം യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. യൂണിവേഴ്സിറ്റി വിറ്റ്സിൻ്റെ സെപ്പറേറ്റ് ഒരു ഓഡിയോ ഞാൻ അഡീഷണൽ ക്ലാസ് ആയിട്ട് തരാം കേട്ടോ. ഓൾറെഡി ഞാൻ സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഒരു ഓഡിയോ ഉള്ളത് കൊണ്ട് അത് കൂടി തരാം, അതൊന്നും കേൾക്കണം കേട്ടോ. ക്രിസ്റ്റഫർ മാർലോ ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി വിറ്റ്സ്. അപ്പോൾ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ആരൊക്കെയാണുള്ളത്? ഈ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിച്ചിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള പ്ലേ റൈറ്റ്സും പാംഫ്ലറ്റേഴ്സിനും ഒക്കെയാണ് ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്നുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആൾക്കാരാണ് ക്രിസ്റ്റഫർ മാർലോയും റോബർട്ട് ഗ്രീനും തോമസ് നാഷും. ഓക്സ്ഫോർഡിൽ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് ജോൺ ലില്ലി, തോമസ് ലോഡ്ജ്, ജോർജ് പീൽ. ഇനി തോമസ് കിഡും കൂടി ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ തോമസ് കിഡ് ഈ 2 യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ അതും വേണമെങ്കിൽ ചോദിക്കാം. ഈ യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിച്ചിട്ടില്ല. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തോമസ് കിഡാണ്. ഒന്നും കൂടി ഇവരുടെ പേരുകൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ക്രിസ്റ്റഫർ മാർലോ, റോബർട്ട് ഗ്രീൻ, തോമസ് നാഷ് ഫ്രം കേംബ്രിഡ്ജ്, ജോൺ ലില്ലി, തോമസ് ലോഡ്ജ്, ഗ്രീൻ പീൽ ഫ്രം ഓക്സ്ഫോർഡ്, another person തോമസ് കിഡ്. ഓക്കെ, ദെൻ ഈ ക്രിസ്റ്റഫർ മാർലോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഒന്നും കൂടി പറയാണ്, ഡ്രമാറ്റിക് ബ്ലാങ്ക് വേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകിയ വ്യക്തിയാണ്. ഓവർ റീച്ചിങ് പ്രോട്ടഗോണിസ്റ്റ് ആണ് ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ്സിലെ പ്രത്യേകത. ഇദ്ദേഹം യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രീ ഷേക്സ്പീരിയൻ എറയിൽപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, ദെൻ ഇദ്ദേഹത്തിനെ കുറിച്ചിട്ട് ഒരുപാട് എഴുത്തുകാർ പല കോട്ട്സുകളും പറഞ്ഞിട്ടുണ്ട്. കാരണം ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലാണ് ഷേക്സ്പിയറിനെ പോലെയുള്ള പ്രശസ്തനായിട്ടുള്ള ഒരു റൈറ്റർക്ക് വഴി തെളിയിച്ചത്. അതായത് മാർലോ എഴുതിയത് കൊണ്ടാണ്, മാർലോ ആണ് ഇതിനൊരു വഴിത്തിരിവായത് എന്ന് പല റൈറ്റേഴ്സും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബെൻ ജോൺസൺ ഇദ്ദേഹത്തിൻ്റെ ക്രിസ്റ്റഫർ മാർലോയുടെ വരികളെ പ്രേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ബെൻ ജോൺസൺ ക്രിസ്റ്റഫർ മാർലോയുടെ വരികളെ മൈറ്റി ലൈൻസ് എന്നാണ് വിശേഷിപ്പിച്ചത്. മൈറ്റി ലൈൻസ് എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ക്രിസ്റ്റഫർ മാർലോ ബ്ലാങ്ക് വേഴ്സിൽ എഴുതുന്നതുകൊണ്ടാണ് കേട്ടോ. ക്രിസ്റ്റഫർ മാർലോയുടെ പ്രത്യേകത, അദ്ദേഹം ഒക്ടോസിലബിക് കപ്ലെറ്റ്സിനെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജിംഗ്ലിംഗ് ഒക്ടോസിലബിക് കപ്ലെറ്റ്സിനെ റിജക്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് ക്രിസ്റ്റഫർ മാർലോ. പകരം ഏത് രീതിയാണ് ഫോളോ ചെയ്തത്? ബ്ലാങ്ക് വേഴ്സ് ആണ്. ഓക്കെ, ഇനി ഇദ്ദേഹം 29 വയസ്സിൽ മരിച്ചു എന്ന് പറഞ്ഞില്ലേ? ഈ മരണപ്പെട്ടത് ഒരു വാക്ക് തർക്കത്തിനിടയിലാണ്. ടവേൺ ബ്രോൾ, TAVERN, ടവേൺ ബ്രോൾ, BRAWL, അവിടെ വച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു കോൺവെർസേഷനിടയിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത്. അൺഒഫീഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം,
ഇദ്ദേഹത്തിൻ്റെ, അതായത് ക്രിസ്റ്റഫർ മാർലോയുടെ കണ്ണിന് മുകളിലായിട്ട് കുത്തുകൊണ്ട് അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത്. ഇത് നമ്മുടെ PSC അംഗീകരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, ഇതൊരു എക്സ്ട്രാ റെഫറൻസ് ആയിട്ട് പറയുന്നതാണ്. എന്തെങ്കിലും തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കാര്യം വരുന്നുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ ടവേൺ ബ്രൗണിൽ ഉണ്ടായിട്ടുള്ള ഒരു വാക്ക് തർക്കത്തിനിടയിൽ കണ്ണിന് മുകളിൽ കുത്തുകൊണ്ടിട്ടാണ് ക്രിസ്റ്റഫർ മാർലോ മരിക്കുന്നത്. ഇൻഗ്രാം ഫ്രൈസർ, INGRAM, ഇൻഗ്രാം ഫ്രൈസർ, FRIZER, ഇൻഗ്രാം ഫ്രൈസർ എന്നുള്ള ഒരാളാണ് കണ്ണിന് മുകളിലൂടെ കത്തി കൊണ്ട് കുത്തിയിട്ട് ക്രിസ്റ്റഫർ മാർലോയെ കൊല്ലുന്നത്. അപ്പോൾ സ്ഥലം ഓർത്ത് വെക്കുക, ഇംഗ്ലണ്ടിലെ ഡപ്ത് ഫോർഡ് എന്നുള്ള സ്ഥലത്തിൽ ടവേൺ ബ്രൗണിൽ വെച്ചിട്ടാണ് ഈ ഒരു കൊലപാതകം നടക്കുന്നത്. ദെൻ ഇദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ, ക്രിസ്റ്റഫർ മാർലോയുടെ ലൈഫ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഏത്തീസം ഫോളോ ചെയ്തിട്ടുള്ളൊരു ആളായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ബൊഹീമിയൻ ലൈഫ് സ്റ്റൈലായിരുന്നു അദ്ദേഹത്തിൻ്റെ, അൺകൺവെൻഷണൽ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലായിരുന്നു. സോ ഈ ഏത്തീസം ഫോളോ ചെയ്തത് കൊണ്ട് തന്നെ ഒരു തവണ തോമസ് കിഡിനെയും ക്രിസ്റ്റഫർ മാർലോയെയും ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് തോമസ് കിഡ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വർക്കുകളിലേക്ക് പോകാം. ഈ ഒരു ചെറിയ കാലയളവിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള വർക്കുകളാണ് ഡിഡോ, ദ ക്യൂൻ ഓഫ് കാർത്തേജ്, ടംബർലൈൻ, ദ ഗ്രേറ്റ്, ദ മസാക്കർ അറ്റ് പാരീസ്, ദ ജൂ ഓഫ് മാൾട്ട, എഡ്വേർഡ് II, ഡോക്ടർ ഫോസ്റ്റസ്. ഇത് ഞാൻ നോട്ട്സിൽ തരുന്നുണ്ട് കേട്ടോ ഈ പേരുകൾ, അപ്പോൾ ഒന്ന് വായിക്കുക. ദെൻ ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് ഡോക്ടർ ഫോസ്റ്റസും എഡ്വേർഡ് II, ജൂ ഓഫ് മാൾട്ടയുമാണ്. ഇതൊക്കെയും ഡ്രാമകളാണ്. ഡിഡോ, ക്യൂൻ ഓഫ് കാർത്തേജ്, ടംബർലൈൻ, ദ ഗ്രേറ്റ്, ദ മസാക്കർ അറ്റ് പാരീസ്, ദ ജൂ ഓഫ് മാൾട്ട, എഡ്വേർഡ് II, ഇതൊക്കെ ഡ്രാമകളാണ്. ദെൻ ഇദ്ദേഹം എഴുതിയിട്ടുള്ള പോയംസ് ആണ് ഹീറോ ആൻഡ് ലിയാൻഡർ, ദ പാഷനേറ്റ് ഷെഫാർഡ് ഓഫ് ഹിസ് ലവ്. ഓക്കെ, 2 പോയംസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഹീറോ ആൻഡ് ലിയാൻഡർ, ദ പാഷനേറ്റ് ഷെഫാർഡ് ഓഫ് ഹിസ് ലവ്. ദെൻ ഇദ്ദേഹം ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എലിസബത്തൻ എറയാണ് കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ഡീറ്റെയിൽഡ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓരോ പോയിന്റായിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി ക്രിസ്റ്റഫർ മാർലോയെ പറ്റി പറയാണ്. 1564 അദ്ദേഹം ജനിക്കുന്നത്. 29 വയസ്സ് വരെ മാത്രമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹം മരിച്ച വർഷമാണ് 1593. അദ്ദേഹം യൂണിവേഴ്സിറ്റി വിറ്റ്സിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഏത്തീസം പ്രൊമോട്ട് ചെയ്തതിന് അദ്ദേഹത്തിൻ്റെ കൂടെ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് തോമസ് കിഡ്. ദെൻ ബ്ലാങ്ക് വേഴ്സിനെ പ്രൊമോട്ട് ചെയ്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. ഓവർ റീച്ചിങ് പ്രോട്ടഗോണിസ്റ്റ് ആണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകതകൾ വരുന്നത്. ഓക്കെ, നമുക്ക് ഡോക്ടർ ഫോസ്റ്റസിലേക്ക് കടക്കാം. ഈ ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ ജീവിതവുമായി ബേസ് ചെയ്തിട്ടെടുത്ത ഒരു പ്ലേ ആണ്, ഒരു റിയൽ ലൈഫ് പ്ലേ എന്ന് പറയാം. ജർമ്മൻ ആസ്ട്രോളജർ ആയിട്ടുള്ള 15th സെഞ്ച്വറിയിൽ ജീവിച്ചിട്ടുള്ള ജർമ്മൻ ആസ്ട്രോളജർ ആയിട്ടുള്ള ജൊഹാൻ ഫോസ്റ്റ്, JOHANN, ജൊഹാൻ ഫോസ്റ്റ്, FAUST, ജൊഹാൻ ഫോസ്റ്റിൻ്റെ ലൈഫിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വർക്കിനെ റെഫർ ചെയ്തിട്ടുണ്ട്. ഹിസ്റ്റോറിയ വോൺ ഡി ജൊഹാൻ ഫോസ്റ്റൻ എന്നുള്ളൊരു വർക്ക് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലേ എഴുതിയത്. ഓക്കെ, ഹിസ്റ്റോറിയ വോൺ ഡി ജൊഹാൻ ഫോസ്റ്റൻ 1587 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു വർക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്ലേ എഴുതിയിരിക്കുന്നത്. 1589 മുതൽ 1592 വരെയുള്ള കാലയളവിൽ എപ്പോഴോ ആണ് ഈ വർക്ക് എഴുതിയത്. കറക്റ്റായിട്ട് ഇത് ഏത് വർഷമാണ് എഴുതിയത് എന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമല്ല. സോ 1589 to 1592 വരെയുള്ള കാലഘട്ടത്തിൻ്റെ ഇടയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. 1593 മാർലോ മരിച്ചു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത് പെർഫോം ചെയ്തിട്ടുണ്ട്. 1592 ആ ഒരു കാലഘട്ടത്തിൽ ഇത് പെർഫോം ചെയ്തു എന്നും വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു അഡീഷണൽ ആയിട്ടുള്ള കാര്യം, എഡ്വേർഡ് അലൻ എന്നുള്ളൊരു വ്യക്തിയുണ്ട്. എഡ്വേർഡ് അലൻ, EDWARD, എഡ്വേർഡ് അലൻ, ALLEYN, അലൈൻ.
അദ്ദേഹമാണ് ക്രിസ്റ്റഫർ മാർലോ എഴുതിയിട്ടുള്ള മിക്ക പ്ലേയുടെയും പ്രോട്ടഗോണിസ്റ്റ് ആയിട്ട് അഭിനയിച്ചിട്ടുള്ള വ്യക്തി. ഓക്കെ, ക്രിസ്റ്റഫർ മാർലോ എഴുതിയ പ്ലേയിൽ ഏറ്റവും കൂടുതൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള വ്യക്തി എഡ്വേർഡ് അലൈൻ ആണ് കേട്ടോ. ഡോക്ടർ ഫോസ്റ്റസിന്റെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ഫോസ്റ്റസ്. ഡോക്ടർ ഫോസ്റ്റസിന്റെ ട്രാജിക്കൽ ഹിസ്റ്ററി ആണ്, അദ്ദേഹത്തിന്റെ ജീവിതവും മരണവുമായി ബന്ധപ്പെട്ട ട്രാജിക്കൽ ലൈഫാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർക്കിന്റെ പ്ലേയുടെ ഫുൾ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ഫോസ്റ്റസ്. 5 ആക്ടുകളിലായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിന് മറ്റൊരു പേരും കൂടി അറിയപ്പെടുന്നുണ്ട്, ദ പിലിഗ്രിംസ് പ്രോഗ്രസ് ഇൻ റിവേഴ്സ്. ദ പിലിഗ്രിംസ് പ്രോഗ്രസ് ഇൻ റിവേഴ്സ്. പിലിഗ്രിം പ്രോഗ്രസ് അറിയാലോ, സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. റെവലേഷൻ തേടിയിട്ട് ഒരു ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ ലൈഫിനൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് പിലിഗ്രിം പ്രോഗ്രസ്, ദൈവത്തിലേക്കുള്ള യാത്ര. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് ആണ്, നരകത്തിലേക്കുള്ള യാത്രയാണ് ഡോക്ടർ ഫോസ്റ്റസ് പറയുന്നത്. സോ ദ പിലിഗ്രിം പ്രോഗ്രസ് ഇൻ റിവേഴ്സ് എന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി ഈ മാർലോയുടെ മരണശേഷം ഈ വർക്ക് എൻലാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഇത് ആഡ് ചെയ്തിട്ട് ഇത് എൻലാർജ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെ എ ടെക്സ്റ്റും ബി ടെക്സ്റ്റും എന്നുള്ള പേരിൽ വിളിക്കും. 1604 ഒരു ക്വാർട്ടോ പബ്ലിഷ് ചെയ്തു, അതിനെ എ ടെക്സ്റ്റ് എന്ന് വിളിക്കും. 1616 നെക്സ്റ്റ് ക്വാർട്ടോ പബ്ലിഷ് ചെയ്തു, അതിനെ ബി ടെക്സ്റ്റ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഈ പ്ലേയുടെ ഒരു തീം എന്ന് പറയുന്നത്, ഇതിൻ്റെ കഥ എന്ന് പറയുന്നത്, ഒരു വ്യക്തി ഡോക്ടർ ഫോസ്റ്റസ് എന്നുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സെല്ല് ചെയ്യാണ്. 24 വർഷത്തെ ഒരു പീരീഡിന് ശേഷം, 24 വർഷം ഡെവിള് ഡോക്ടർ ഫോസ്റ്റസിൻ്റെ അടിമയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ഫോസ്റ്റസിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സാത്താന്, ലൂസിഫറിന് വിൽക്കാം എന്നുള്ളൊരു കരാറ്. അതാണ് ഈ പ്ലേയുടെ കഥ എന്ന് പറയുന്നത്. 24 വർഷക്കാലം ചെകുത്താൻ അല്ലെങ്കിൽ സാത്താൻ, ഡെവിളോ ലൂസിഫറോ അങ്ങനെയുള്ള ആരെങ്കിലും ഡോക്ടർ ഫോസ്റ്റസിന്റെ അടിമയായിട്ട് നിൽക്കാമെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ആത്മാവിനെ സെല്ല് ചെയ്യാം, സാത്താനെ സെല്ല് ചെയ്യാം എന്ന് പറയുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ തീം എന്ന് പറയുന്നത് റിലീജിയനും അംബീഷനും തമ്മിലുള്ള ഒരു ക്രൈസിസ് ആണ്. സോ അംബീഷൻ വേഴ്സസ് റിലീജിയൻ എന്നുള്ളൊരു രീതിയാണ് ഇതിൻ്റെ മെയിൻ തീമായിട്ട് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ സിൻ, പാപങ്ങൾ വരുന്നുണ്ട്, റിഡംഷൻ വരുന്നുണ്ട്, ഡാംനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യശിക്ഷയാണ്. അദ്ദേഹം നരകത്തിൽ പോവുക എന്ന് പറയില്ലേ, അത് നിത്യശിക്ഷയാണല്ലോ. അപ്പോൾ അങ്ങനെ ഡാംനേഷൻ ഇതിലൊരു തീമാണ്. കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മെഡീവൽ ആൻഡ് റിനൈസൻസ് വാല്യൂസ്, ഇതൊക്കെയും ഇതിൻ്റെ തീമായിട്ട് വരുന്നു. അപ്പോൾ ഇത്ര മാത്രം ഓർത്താൽ മതി. ഡോക്ടർ ഫോസ്റ്റസ് ആണ് ഇതിലെ നായകൻ. അദ്ദേഹത്തിൻ്റെ ലൈഫ് 24 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു ഡെവിളിനോട് അടിമയായിട്ട് നിൽക്കാൻ വേണ്ടി പറയുന്നു. അതിനുശേഷം അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സോളിനെ ഡെവിൾ അങ്ങ് കൊണ്ടുപോകുന്നു. പക്ഷേ അദ്ദേഹം ഈ ഒരു കുറച്ച് കാലഘട്ടം, അതായത് ചെറിയൊരു കാലഘട്ടം കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഒരു 24 വർഷക്കാലം ഡെവിൾ അടിമയായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് അതുണ്ടാക്കിയിട്ടുള്ള നാശനഷ്ടങ്ങൾ വലിയ വലുതാണ്. ചെറിയ കാലഘട്ടത്തിലേക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് വിശ്വസിച്ചിട്ട് അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് നേരെ ഈ പ്ലേയിലേക്ക് പോകാം. 5 ആക്ടുകളായിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ആദ്യം പ്രൊലോഗാണ്. പ്രൊലോഗിൽ കോറസ് അനൗൺസ് ചെയ്യുന്നു. അതായത് ഇതെന്തല്ല, ഒരു വാർഫെയറിനെ കുറിച്ചിട്ടല്ല, ഒരു കിങ്ങിൻ്റെ, ഒരു കോർട്ടിലെ അല്ലെങ്കിൽ ഒരു പാലസിലെ രാജാവിനെ കുറിച്ച് പറയുന്ന കഥയല്ല. ഇതിൽ വലിയ ഹീറോയുടെ നല്ല കാര്യങ്ങൾ പറയുന്ന ഒരു കഥയൊന്നുമല്ല. പകരം ഇത് ആരുടെ കഥയാണ്? ഡോക്ടർ ഫോസ്റ്റസിന്റെ കഥയാണ്. എ മാൻ ഓഫ് ലോ ബർത്ത് ഫ്രം എ ടൗൺ കോൾഡ് റോഡ്സ് ഇൻ ജർമ്മനി. അപ്പൊ ജർമ്മനിയാണ് ഇതിന്റെ സെറ്റിംഗ്. ഈ പ്ലേയുടെ സെറ്റിംഗ്സ് എവിടെയാണ്? കാലഘട്ടം എവിടത്തെയാണ് കാണിക്കുന്നത്? ജർമ്മനിയിലെയും ഇറ്റലിയിലെയും കാലഘട്ടമാണ് കാണിക്കുന്നത്, 16th സെഞ്ചുറി. അപ്പോൾ ജർമ്മനിയിലെ ലോ ബർത്ത്, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി, ഫോസ്റ്റസ് എന്ന വ്യക്തിയുടെ കഥയാണ് ഇതിൽ പറയുന്നത് എന്നാണ് പ്രൊലോഗിലൂടെ പറയുന്നത്. ആരാണ് അനൗൺസ് ചെയ്യുന്നത്? കോറസ്. ഈ കോറസിനെ സിംഗിൾ ക്യാരക്ടർ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് കോറസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ ഒരു ടീം എന്നല്ലേ കോറസിന്റെ അർത്ഥം. പക്ഷെ ഈ പ്ലേയിൽ കോറസിനെ ഒരു സിംഗിൾ ക്യാരക്ടർ ആയിട്ട് തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോറസ് ആണ് ഇതിൽ ഈ ഫോസ്റ്റസിന്റെ ലൈഫിനെ കുറിച്ച്
ഓഡിയൻസിന് ഒരു ഐഡിയ കൊടുക്കുന്നത്. ഇത് സാധാരണക്കാരനായിട്ടുള്ള റോഡ്സ് എന്നുള്ള ജർമ്മനിയിലെ സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി അറ്റൻഡ് ചെയ്തു, തിയോളജി പഠിച്ചു, അതിനുശേഷം എന്തായി, ഡോക്ടർ എന്നുള്ള ടൈറ്റിലേക്ക് നേടി. അദ്ദേഹം പിന്നീട് ബ്ലാക്ക് മാജിക് പഠിക്കാൻ പോവുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോറസ് പ്രൊലോഗിൽ പറയുന്നത്. ഈ പ്രൊലോഗിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, ഒരു മിത്തോളജിക്കൽ ക്യാരക്ടറിനെ റെഫർ ചെയ്യുന്നുണ്ട്, ഇക്കാരസ്. മിത്തോളജിക്കൽ ക്യാരക്ടർ ആയിട്ടുള്ള ഇക്കാരസിനെ റെഫർ ചെയ്യുന്നുണ്ട്. അദ്ദേഹം എന്താ, ഈ സൂര്യനെ തേടിപ്പോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഇക്കാരസ്. അപ്പൊ സൂര്യന്റെ അടുത്തേക്ക് എത്തിയപ്പോഴും അദ്ദേഹം ചിറക് കരിഞ്ഞു പോയി. അതാണ് അതിന്റെ അദ്ദേഹത്തിന്റെ കഥ എന്ന് പറഞ്ഞ ഇക്കാരസിന്റെ കഥ. അപ്പൊ അതേപോലെ തന്നെ ഫോസ്റ്റസും ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ഒരു ചതിയിലകപ്പെട്ടു. അദ്ദേഹത്തിന്റെ ആ വിദ്യ അദ്ദേഹം മോശം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ മിത്തോളജിക്കൽ ക്യാരക്ടർ ആയിട്ടുള്ള ഇക്കാരസുമായിട്ട് ഫോസ്റ്റസിനെ കമ്പയർ ചെയ്തിട്ടാണ് പ്രൊലോഗിൽ പറയുന്നത്. ദെൻ ആക്ട് 1ലേക്ക് കടക്കി. ഈ ആക്ട് 1 ഇദ്ദേഹം ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിന്തയിൽ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഈ കഥ തുടങ്ങുന്നത്. ഫോസ്റ്റസിനെ കാണിക്കുന്നത് എങ്ങനെയാണ്, അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുന്നു. അദ്ദേഹം ഒരു ഫിസീഷ്യൻ ആണ്, തിയോളജിയിൽ ഡിഗ്രി ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി എന്ത് പഠിക്കും? ആദ്യമായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക് ലോജിക് ആണ്. അപ്പൊ ഇതിൽ തന്നെ ഈ ഫസ്റ്റ് ആക്ടിൽ അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുന്നുണ്ട്. അരിസ്റ്റോട്ടൽ ഈ ലോജിക് എന്നുള്ള കാര്യത്തെ അതൊരു ആർട്ട് ഓഫ് ഡിബേറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഈ ഒരു സ്കില്ല് ഫോസ്റ്റസിനുണ്ട്. അതുകൊണ്ട് തന്നെ ലോജിക് പഠിക്കണ്ട. അതുകൊണ്ട് ആ ലോജിക് എന്നുള്ള ടോപ്പിക് അദ്ദേഹം റിജക്റ്റ് ചെയ്യാണ്. രണ്ടാമത് മെഡിസിൻ പഠിച്ചാലോ എന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ മെഡിസിനെ കുറിച്ചിട്ടും അരിസ്റ്റോട്ടിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. വേർ ഫിലോസഫി എൻഡ്സ് മെഡിസിൻ ബിഗിൻസ്. അപ്പോൾ അവിടെ ആൻഷ്യൻ റോമിലുള്ള ഒരു ഫിസീഷ്യൻ ആയിട്ടുള്ള ഗാലനെ കുറിച്ചിട്ടും ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അരിസ്റ്റോട്ടലിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്, ആൻഷ്യൻ ഫിസീഷ്യൻ ആയിട്ടുള്ള ഗാലനെ കുറിച്ചിട്ടും പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ ഫോസ്റ്റസ് ഒരു ഫിസീഷ്യൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും മെഡിസിൻ പഠിക്കേണ്ട കാര്യമില്ല, വേറെ എന്തെങ്കിലും ടോപ്പിക്കുകൾ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ മൂന്നാമതായിട്ട് അദ്ദേഹം എടുക്കുന്ന ടോപ്പിക്കാണ് ലോ. ഒരു ഡോക്ടർ ഒരു ലോയർ ആയിട്ടുണ്ട്. അദ്ദേഹമാണ് റോമൻ എംപറർ ജസ്റ്റീനിയൻ. അപ്പോൾ ഈ ലോയിനും ഫോസ്റ്റസിന് വലിയ താല്പര്യമില്ല, കാരണം ഇത് ഭയങ്കര ഒരു നാരോ സ്കോപ്പുള്ള ഒരു ഏരിയയാണ്. അത്ര പെട്ടെന്ന് വലിയ പൈസക്കാരനാവാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ലോ റിജക്റ്റ് ചെയ്തു. അപ്പോൾ ടോപ്പിക്കുകൾ അദ്ദേഹം എടുത്തത് ആദ്യത്തത് ലോജിക്ക്, രണ്ടാമത്തത് മെഡിസിൻ, മൂന്നാമത്തത് ലോ. ഈ 3 സബ്ജക്റ്റുകളും അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ മെഡിസിനെ കുറിച്ച് പറയുന്ന സമയത്ത് അദ്ദേഹം പരാമർശിക്കുന്നത് അരിസ്റ്റോട്ടലിനെയാണ്. അരിസ്റ്റോട്ടലിനെയും ഗാലനെയും കുറിച്ച് പറയുന്നുണ്ട്. ലോജിക്കിനെ കുറിച്ച് പറയുമ്പോൾ അരിസ്റ്റോട്ടലിനെ മാത്രമാണ്. ലോയിനെ കുറിച്ച് പറയുന്ന സമയത്ത് റോമൻ എംപറർ ആയിട്ടുള്ള ജസ്റ്റീനിയനെ കുറിച്ച് പറയുന്നു. അപ്പം 3 ഫേമസ് പേഴ്സണാലിറ്റിയെ കുറിച്ചിട്ട് ഈ ആക്ട് 1 പരാമർശിക്കുന്നുണ്ട്. ഈ 3 സബ്ജക്റ്റുകളും ഡിസ്മിസ് ചെയ്ത ശേഷം അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ഒരു സബ്ജക്റ്റാണ് മെറ്റാഫിസിക്സ് ഓഫ് മജീഷ്യൻസ്, അതായത് നെക്രോമാൻസി, ബ്ലാക്ക് മാജിക് എന്ന് പറയില്ലേ. അപ്പം 4മതായിട്ട് തിരഞ്ഞെടുത്ത ഒരു ടോപ്പിക്കാണ് നെക്രോമാൻസി. അപ്പം അതിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഇത് ഓക്കെ, നെക്രോമാൻസി എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാജിക്കുമാണ്. അതേപോലെ തന്നെ മരിച്ചവരുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും, ആത്മാക്കളോട് സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് നെക്രോമാൻസി എന്ന് പറയുന്നത്. അതിനെ മെറ്റാഫിസിക്സ് ഓഫ് മജീഷ്യൻസ് എന്നും വിളിക്കുന്നു. അപ്പം ഇത് പഠിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും, ചിലപ്പോൾ വേണമെങ്കിൽ ഈ ലോകത്തെ തന്നെ ഭരിക്കാൻ വേണ്ടി പറ്റും, റെസ്പെക്റ്റ് കിട്ടും, ഇൻഫ്ലുവൻസ് കിട്ടും, അങ്ങനെ പല കാര്യങ്ങളും കിട്ടും. അപ്പം അങ്ങനെ ഫോസ്റ്റസ് വിചാരിക്കുന്നു, ഓക്കെ ഞാൻ ഇനി എന്ത് പഠിക്കാം, നെക്രോമാൻസി പഠിക്കാം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പഠിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുന്നു. എനിക്ക് ആരാവാൻ വേണ്ടി പറ്റും, മൈറ്റി ഗോഡ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മൈറ്റി ഗോഡ് ആവാൻ വേണ്ടി പറ്റും, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കും എന്ന് ഫോസ്റ്റസ് പറയാണ്. സോ അപ്പോൾ ഇത് പഠിക്കണമെങ്കിൽ ആരുടെയെങ്കിലും ഒരു സഹായം വേണമല്ലോ, എന്തെങ്കിലും ഒരു പുസ്തകം വേണം, കാര്യങ്ങൾ വേണം. അപ്പോൾ ഫൈനലി നെക്രോമാൻസി പഠിക്കാമെന്ന് തീരുമാനിച്ചു. ഉടനെ തന്നെ ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നറെ വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതൊക്കെ കഥാപാത്രങ്ങളെ കുറിച്ച് പറഞ്ഞു? ആദ്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫോസ്റ്റസെയാണ്. ഫോസ്റ്റസ് അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിനെ വിളിക്കുന്നു. സെർവൻറ്റിൻ്റെ പേരെന്താണ്? വാഗ്നർ, WAGNER. നിങ്ങൾ എഴുതുന്ന നോട്ടിൽ ആക്ട് 1 എന്ന് എഴുതുക. ആക്ട് 1 സീൻ 1 എന്തെഴുതണം? ലോജിക്ക് വര അരിസ്റ്റോട്ടിൽ, മെഡിസിൻ ഒരു ഹൈഫൺ ഇട്ടിട്ട് അരിസ്റ്റോട്ടിൽ, ഗാലൻ, ദെൻ ലോ
എന്ന് എഴുതിയിട്ട് എംപറർ ജസ്റ്റീനിയൻ എന്ന് എഴുതാം. എന്നിട്ട് അടുത്തൊരു കോളം ക്യാരക്ടേഴ്സ്. ആ ക്യാരക്ടേഴ്സിൽ ആക്ട് 1 സീൻ 1 ആരൊക്കെ വരുന്നുണ്ട്? ഫോസ്റ്റസ്, അദ്ദേഹത്തിന്റെ സെർവന്റ് എന്ന് എഴുതിയിട്ട് ഒരു വരയിട്ടിട്ട് വാഗ്നർ. ഇങ്ങനെ കോളം തിരിച്ച് എഴുതി തന്നെ പഠിക്കുക. എത്രത്തോളം നിങ്ങൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നോ ആ കാര്യങ്ങൾ ഓർമ്മയിലുണ്ടാവും. ഈ ക്ലാസ്സിൽ കേൾക്കുന്ന കാര്യങ്ങളോ ഞാൻ തരുന്ന നോട്ടുകളോ നോക്കുന്നതിനേക്കാളും നിങ്ങൾ നോട്ട് എഴുതി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് പേജിൽ എന്തൊക്കെ എഴുതി എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലുണ്ടാവും. സോ ഫോസ്റ്റസ്, അദ്ദേഹത്തിന്റെ സെർവർ വാഗ്നർ എന്ന് എഴുതാം. ഈ വാഗ്നറിനെ വിളിപ്പിച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോസ്റ്റസിന്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, വാൽഡസും കോർണീലിയസും. വാൽഡ്സ് ആൻഡ് കോർണീലിയസ്. അപ്പം ഇവരെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. ഫോസ്റ്റസ് അദ്ദേഹത്തിന്റെ സെർവന്റിനോട് പറയാണ്, എൻ്റെ 2 ഫ്രണ്ട്സ് ആയിട്ടുള്ള വാൽഡ്സിനെയും കോർണീലിയസിനെയും നീ ഒന്ന് വിളിച്ചിട്ട് വാ. അവരുടെ ഹെൽപ്പോട് കൂടി മാത്രമേ എനിക്ക് എന്ത് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ? ബ്ലാക്ക് മാജിക് പഠിക്കാൻ പറ്റുള്ളൂ. വാൽഡ്സിന്റെ സ്പെല്ലിങ് VALDES, വാൽഡ്സ്. ആൻഡ് കോർണീലിയസ് CORNELIUS. അപ്പം ഇതേ സമയം തന്നെ ഫോസ്റ്റസിന്റെ മുന്നിലേക്ക് ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും പ്രത്യക്ഷപ്പെടുകയാണ്. ഓക്കെ, ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ഗുഡ് ഏഞ്ചൽ എന്താണ് പറയാ? നീ ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും എടുക്കരുത്, ബ്ലാക്ക് മാജിക് പഠിക്കാനുള്ള തീരുമാനം എടുക്കരുത്, പകരം നീ എന്ത് വായിക്കണം? ബൈബിള് വായിക്കുക. ഓക്കെ എന്ന് ഗുഡ് ഏഞ്ചൽ പറയുന്നു ആ സാഹചര്യത്തിൽ. പക്ഷെ ഈവിൾ ഏഞ്ചൽ എന്ത് പറയുന്നു? നിന്റെ തീരുമാനം മികച്ചതാണ്, നിനക്ക് ബ്ലാക്ക് മാജിക് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും, ഒരുപാട് ബെനിഫിറ്റ്സുകൾ ഉണ്ടാവും, നിനക്ക് ഒരുപാട് പവർ നേടാൻ വേണ്ടി പറ്റും, ഈ ലോകം തന്നെ നിന്റെ കാൽ കീഴിൽ വരും എന്നൊക്കെയാണ് ഈവിൾ ഏഞ്ചൽ പറയുന്നത്. ഓക്കെ, ഇപ്പൊ ടോട്ടല് എത്ര ക്യാരക്ടേഴ്സ് വന്നു? ഫോസ്റ്റസ്, വാഗ്നർ, ഗുഡ് ഏഞ്ചൽ, ബാഡ് ഏഞ്ചൽ വന്നു. അപ്പൊ ഈ ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും ഇത് പറഞ്ഞതിന് ശേഷമാണ് ഈ വിളിപ്പിച്ച വാൽസും കോർണീലിയസും വരുന്നത്. അപ്പൊ ടോട്ടൽ എത്രയായി? 6 ക്യാരക്ടേഴ്സ് സീൻ 1 ആക്ട് 1 തന്നെ വന്നു. ഈ വാൽസും കോർണീലിയസും ഫോസ്റ്റസിനോട് പറയാണ്, ഓക്കെ നിന്റെ തീരുമാനം നല്ലതാണ്, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ബ്ലാക്ക് മാജിക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ബ്ലാക്ക് മാജിക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും പഠിക്കേണ്ടി വരില്ല, നിനക്ക് ഒരുപാട് പ്രിവിലേജ് കിട്ടും എന്നൊക്കെ ഈ 2 സുഹൃത്തുക്കൾ പറയുകയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് ഫോസ്റ്റസ് എന്ത് പറയുന്നുണ്ട്? ഓക്കെ നമുക്ക് ഇന്ന് രാത്രി തന്നെ പഠിച്ചു തുടങ്ങാം, നിങ്ങൾ എൻ്റെ കൂടെ ഇന്നത്തെ ഡിന്നർ കഴിക്കണം, ഇന്ന് രാത്രി എൻ്റെ കൂടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ആക്ട് 1 സീൻ 1. ഒന്നും കൂടി സമ്മറി ആയിട്ട് പറയുകയാണ്. ഫോസ്റ്റസ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് നെക്രോമാൻസി അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക് പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പം അത് പഠിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നറോട് സുഹൃത്തുക്കളായ വാൽസിനെയും കോർണീലിയസിനെയും വിളിക്കാൻ വേണ്ടി പറയുന്നു. ആ സമയത്ത് ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും വരുന്നുണ്ട്. ഗുഡ് ഏഞ്ചൽ തിരുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, ബാഡ് ഏഞ്ചൽ പ്രോത്സാഹിപ്പിക്കുന്നു. ആ സമയത്ത് വാൽഡ്സും കോർണീലിയസും വന്നു. അവർ ഓക്കെ സമ്മതിക്കാണ്, ഞങ്ങൾ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഇതാണ് ആക്ട് 1 സീൻ 1. ഇനി നമുക്ക് ആക്ട് 1 സീൻ 2ലേക്ക് പോകാം. സീൻ 2 ആക്ട് 1 അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം മാത്രമേ നടക്കുന്നുള്ളൂ. ആ സീനിൽ ഫോസ്റ്റസിനെ അന്വേഷിച്ചിട്ട് 2 സ്കോളേഴ്സ് വരികയാണ്. ഇദ്ദേഹം യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ചിട്ട് ഇത്രയും തിയോളജിയിലൊക്കെ ഡിഗ്രി ഉള്ള ഫിസീഷ്യൻ ഒക്കെ ആയിട്ടുള്ള ഒരു ഡോക്ടർ ടൈറ്റിലൊക്കെ ഉള്ള വ്യക്തിയല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലെ തന്നെ സ്കോളേഴ്സ് ആയിട്ടുള്ള 2 വ്യക്തികൾ ഫോസ്റ്റസിനെ അന്വേഷിച്ചിട്ട് ഫോസ്റ്റസിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അപ്പോൾ ആ സമയത്ത് വാഗ്നർ പറയുകയാണ്, അദ്ദേഹം ഫുഡ് കഴിക്കുന്നുണ്ട്, ഡിന്നറിന് കഴിക്കുകയാണ്, 2 സുഹൃത്തുക്കളോട് കൂടി ഡിന്നർ കഴിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നു വാഗ്നർ. അപ്പോൾ അത് കേട്ടപ്പോൾ ഈ സ്കോളേഴ്സിന് ഡൗട്ട് അടിച്ചു. ഓക്കെ ഈ പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കൾ വാൽസും കോർണീലിയസും ഈ ഒരു ബ്ലാക്ക് മാജിഷ്യൻസ് ആണ്, ബ്ലാക്ക് മാജിക്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഫോസ്റ്റസ് ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഫോസ്റ്റസും ഈ ഒരു ബ്ലാക്ക് മാജിക്കിലേക്ക് ഇൻട്രസ്റ്റഡ് ആണ്, ഇത് പഠിക്കാൻ ചിലപ്പോൾ ശ്രമിക്കുന്നുണ്ടാകാം എന്നിവർ ചിന്തിക്കുന്നു. അപ്പോൾ ആ ഒരു ചിന്തയിൽ നിന്ന് അവർ അവിടെ ആ റെസിഡൻസിൽ നിന്ന് വിട പറയുകയാണ്. ഓക്കെ ഞങ്ങളിത് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇൻഫോം ചെയ്യും, കാരണം ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫോസ്റ്റസിനെ ഇന്ന് രക്ഷിക്കണം, അദ്ദേഹം നാശത്തിലേക്കാണ് നിന്റെ പോക്ക് എന്ന് പറയാറില്ലേ, അതുപോലെ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനു മുന്നേ ഇദ്ദേഹത്തിനെ രക്ഷിക്കണം എന്നുള്ള ചിന്തയോടുകൂടി സ്കോളേഴ്സ് അവിടുന്ന് ഇറങ്ങുകയാണ്. ഇതാണ് ആക്ട് 1 സീൻ 2. ആക്ട് 1 സീൻ 3ലേക്ക് കിടക്കുകയാണ്. ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീന്. ഇതിലാണ് ഈ തീരുമാനം എടുക്കുന്നത്, അതായത് 24 വർഷക്കാലം എൻ്റെ സെർവൻ്റായിട്ട് ഇരിക്കണം, ലൂസിഫറിന് ഞാൻ എൻ്റെ ആത്മാവിനെ തരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ സീൻ 3യിലാണ്. സോ ആക്ട് 1ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
സീനാണ് സീൻ 3. ഇദ്ദേഹം ഈ ബ്ലാക്ക് മാജിക് ഒക്കെ പഠിച്ചു. അതിനുശേഷം ഒരു വിൻ്ററിലെ ഒരു ഈവനിങ്ങിൽ അദ്ദേഹം ആ ഒരു മന്ത്രം കാര്യങ്ങളൊക്കെ ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെവിളിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദം നടത്തുന്നു. അങ്ങനെ തന്നെ നമ്മൾ മലയാളത്തിൽ മന്ത്രവാദം നടത്തുന്നു എന്ന് പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ, സർക്കിൾസ് വരക്കുന്നുണ്ട്, സയൻസ് വരക്കുന്നുണ്ട്. നമ്മൾ കളം വരക്കില്ലേ, മന്ത്രവാദത്തിന് മുന്നേ പല രൂപങ്ങളും കളങ്ങളൊക്കെ വരക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജഹോവയുടെ പേര് JEHOVAH, ജഹോവയുടെ പേര് ബാക്ക്വേർഡും ഫോർവേഡും ഒക്കെ എഴുതുന്നുണ്ട്. അതിൽ സ്പെല്ലിങ് പല രീതിയിൽ എഴുതുന്നുണ്ട്, പല സെയിൻസിന്റെ പേരുകൾ എഴുതുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് ആ ഒരു രംഗം, ആ ഒരു സീൻ അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാണ്ട് പല മന്ത്രങ്ങളും ചൊല്ലുന്നുണ്ട്. മന്ത്രങ്ങൾ ചൊല്ലുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. ഓക്കെ, അപ്പൊ ജഹോവയുടെ പേര് ഓർക്കുക, ലാറ്റിൻ ഭാഷ എന്നുള്ളത് ഓർക്കുക. മന്ത്രങ്ങൾ ലാറ്റിൻ ഭാഷയിലാണ്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രവാദം നടത്തുന്നത്? ഡബിളിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗത്തിലുള്ളയും നരകത്തിലുള്ളയും പല ഡബിൾസിനെ വിളിക്കുന്നുണ്ട്. പിന്നെ ഹോളി ട്രിനിറ്റി, പിന്നെ നമ്മളെ അതായത് നമ്മൾ ഇത് പറയാറില്ലേ, അതായത് ആകാശം, ഭൂമി, മണ്ണ്, അഗ്നി, വായു എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള എല്ലാ ദേവതകളെയും വിളിക്കുന്നുണ്ട്. ബാൽസീബബിനെ വിളിക്കുന്നുണ്ട്, ഡെമോഗോർഗോണെ വിളിക്കുന്നുണ്ട്, മെഫിസ്റ്റോഫെലിസിനെയും വിളിക്കുന്നുണ്ട്. ഓക്കെ, പേരുകൾ ബാൽസീബബ്, ഡെമോഗോർഗോൺ, BELZEBUB. ബാൽസീബബും ഒരു ഡബിളാണ്, ഡെമോഗോർഗോണും ഒരു ഡബിളാണ്. മെഫിസ്റ്റോഫിൽസിനെ വിളിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലി ഇവരൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്രത്യക്ഷനായത് ആരാണ്? അപ്പിയർ ആയത് മെഫിസ്റ്റോഫിലിസ് ആണ്. അപ്പോൾ ത്രൂ ഔട്ട് ഈ പ്ലേയിൽ മെഫിസ്റ്റോഫിലിസ് ആണ് നമ്മളുടെ ഡെവിളായിട്ട് ഉള്ളത് കേട്ടോ. ലൂസിഫറിന്റെ ഡെവിൾ ആരാണ്? ലൂസിഫറിന്റെ അല്ല, ഫോസ്റ്റസിന്റെ ഡെവിൾ ആരാണ്? മെഫിസ്റ്റോഫിലിസ് ആണ്. അങ്ങനെ മെഫിസ്റ്റോഫിലിസ് വന്നപ്പോൾ ഭയങ്കര അഗ്ലി ആയിട്ടുള്ളൊരു രൂപമാണ്. അത് ഫോസ്റ്റസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഫോസ്റ്റസ് പറയാണ്, നീ നിന്റെ ഈ ഒരു രൂപം മാറ്റിയിട്ട് ഒരു പ്ലീസിങ് ആയിട്ടുള്ളൊരു രൂപം എടുത്തിട്ട് വാ, വേണമെങ്കിൽ നീ ഓൾഡ് ഫ്രാൻസിക്കൻ ഫ്രയറിന്റെ രൂപം എടുത്തിട്ട് വന്നോളൂ എന്ന് പറയുന്നു. ഫ്രാൻസിസ്കൻ ഫ്രയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ മോങ്ക് ആണ്, പണ്ട് ജീവിച്ചിട്ടുള്ള ഒരു ക്രിസ്ത്യൻ മോങ്ക്. വേണമെങ്കിൽ അയാളുടെ രൂപം എടുത്തോളൂ എന്ന് സർക്കാസ്റ്റിക് ആയിട്ട് ഫോസ്റ്റസ് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഡെവിൾ എന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി മെഫിസ്റ്റോഫിലിസ് എന്തായി? ഇമ്മീഡിയറ്റ്ലി അദ്ദേഹത്തിന്റെ രൂപം മാറിയിട്ട് ഒരു ഒബീഡിയൻ, ഹമ്പിൾ ആയിട്ടുള്ള ഒരാളായിട്ട് വന്നു. എന്നിട്ട് മെഫിസ്റ്റോഫിലിസ് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്തിനാണ് എന്നെ വിളിച്ചത്? അപ്പോൾ മെഫിസ്റ്റോഫിലിസ് പറയുന്നു, ഞാൻ ലൂസിഫറിന്റെ അടിമയാണ്. ലൂസിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെകുത്താന്മാരുടെ പ്രിൻസസ്, രാജകുമാരനാണ് ലൂസിഫർ. അപ്പം ഏറ്റവും കൂടുതൽ പവറുള്ള ചെകുത്താനാണ് ലൂസിഫർ. അപ്പോൾ ലൂസിഫറിന്റെ അടിമയാണ് ഞാൻ. ഈ ലൂസിഫർ ഒരു ഫോളൻ ഏഞ്ചലാണ്, അതായത് ഹെവനിൽ നിന്ന് ദൈവം പുറത്താക്കിയിട്ടുള്ള ഒരു ഫോളൻ ഏഞ്ചലാണ് ലൂസിഫർ. അതുകൊണ്ട് തന്നെ ലൂസിഫറിന് ആരോട് ദേഷ്യമാണ്? ഗോഡിനോട് ദേഷ്യമാണ്. ആ ലൂസിഫറിന്റെ അടിമയാണ്, വിശ്വസ്തനാണ് ഞാൻ എന്ന് മെഫിസ്റ്റോഫിലിസ് സ്വയം പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഫോസ്റ്റസ് പറഞ്ഞു, ഓക്കെ, നീ ലൂസിഫറിന്റെ അടിമയാണെങ്കിൽ ഇനി മുതൽ എൻ്റെ അടിമയായിട്ട് നിൽക്കണം, അതാണ് എൻ്റെ ആവശ്യം. നീ ഇനി മുതൽ എൻ്റെ അടിമയായിട്ട് നിൽക്കണമെന്ന് പറയുന്നു. പകരം ഞാൻ നിനക്ക് എന്ത് തരാം? എൻ്റെ ആത്മാവിനെ തരാം. 24 വർഷം നീ എൻ്റെ അടിമയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ സോള്, എൻ്റെ മരണശേഷം ഞാൻ ചെകുത്താന് തരാമെന്ന് പറയുന്നു. അപ്പം അത് കേട്ടിട്ട് ഈ മെഫിസ്റ്റോഫിലിസ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഫോസ്റ്റസിന്. ഈ ചൂസ് ചെയ്തിട്ടുള്ള ഒരു രീതി, ഈ ഒരു വഴി തെറ്റാണ്, നിനക്ക് ഇനിയും സമയമുണ്ട് എന്ന് മെഫിസ്റ്റോഫിലിസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു 24 വർഷം നിന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആത്മാവിനെ തരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ മെഫിസ്റ്റോഫിലിസ് പറയുന്നു, എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ലൂസിഫറിൻ്റെ ഒരു പെർമിഷൻ വേണം. പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം അപ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതേപോലെ തന്നെ ഫോസ്റ്റസ് മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെടുകയാണ്, എന്നെ വൊളപ്ഷ്യസ്നെസ് ആക്കണം. വൊളപ്ഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അതിതീവ്രമായിട്ടുള്ള പ്ലഷറും ലക്ഷറിയും ഒക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് ലെവല്, അതിനെയാണ് വൊളപ്ഷ്യസ്നെസ് എന്ന് പറയുക. കൂടുതലും ഈ ടേം സ്ത്രീകളെ കുറിച്ചിട്ടാണ് റെഫർ ചെയ്യുക. പക്ഷെ ഇവിടെ ഫോസ്റ്റസ് ആഗ്രഹം പറയുന്നു, എന്നെ വൊളപ്ഷ്യസ്നെസ് ആക്കണം. VOLUPTUOUSNESS, വൊളപ്ഷ്യസ്നെസ്.
അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് മെഫിസ്റ്റോഫലിസ് പറയാണ്, ഓക്കെ എനിക്ക് പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഫോസ്റ്റസ് പറയുന്നു, ഞാൻ നിനക്ക് ഒരു ദിവസത്തെ സമയം തരാം, നീ ഇന്ന് രാത്രി തന്നെ എനിക്കൊരു ആൻസർ തരണം, നീ എൻ്റെ അടിമയായിട്ട് നിൽക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് ഇന്ന് മിഡ് നൈറ്റോട് കൂടി തന്നെ ഒരു ആൻസർ തരണം എന്ന് പറയുന്നു. അങ്ങനെ ഈ ഡെവിൾ അവിടുന്ന് അപ്രത്യക്ഷനാവുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് അതിനുശേഷം ഫോസ്റ്റസ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ഇവനെ അടിമയായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി പറ്റും, ആഫ്രിക്കയും സ്പെയിനും ഈ കോണ്ടിനെൻസിനും ഒക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് വേണമെങ്കിൽ എന്താ പറയുക ആകാശത്തേക്ക് സഞ്ചരിക്കാൻ വേണ്ടി പറ്റും, എനിക്ക് ആഗ്രഹമുള്ളതുപോലെ. അങ്ങനെ ഒരു പല സ്വപ്നങ്ങളും കാണുകയാണ് അതിനുശേഷം ഫോസ്റ്റസ്. അങ്ങനെയാണ് ഈ സീൻ 3 കഴിയുന്നത്. ഇനി ആക്ട് സീനിലേക്ക് പോവാം. സീൻ 4. ഇവിടെയുള്ളത് ഫോസ്റ്റസിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നറും ഒരു ക്ലൗൺ എന്നുള്ള ക്യാരക്ടറുമാണ്. ഈ ക്ലൗൺ ഇതിലൊരു കോമിക് ക്യാരക്ടറാണ്. ഈ ഓഡിയൻസിന് നമ്മളിപ്പോൾ സർക്കസൊക്കെ കാണുമ്പോൾ അതിൽ ജോക്കറൊക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഒരു കോമിക് ക്യാരക്ടറാണ് ഈ ക്ലൗൺ എന്ന് പറയുന്നത്. ആ ഒരു കോമാളി എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ തുടക്കത്തിൽ ഫോസ്റ്റസിൻ്റെ ക്യാരക്ടറുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ക്ലൗൺ എന്ന് പറയുന്നത്. കാരണം ഫോസ്റ്റസ് ഒരു സ്കോളറാണ്, വലിയൊരു പഠിച്ച് പല കാര്യങ്ങളും നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ക്ലൗൺ എന്ന് പറയുന്നത് ഒരു കോമാളിയാണ്. പക്ഷേ പ്ലേ പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് അവസാനം ആകുമ്പോഴേക്ക് ഫോസ്റ്റസിൻ്റെ ക്യാരക്ടറും ക്ലൗണിൻ്റെ ക്യാരക്ടറും ഏകദേശം സിമിലറായി വരുന്നു എന്ന് പറയുന്നു. കാരണം ഈ പല കാര്യങ്ങളും പഠിച്ചിട്ട് അത് ദുരുപയോഗപ്പെടുത്തുകയാണ് ഫോസ്റ്റസ് ചെയ്യുന്നത്. അപ്പോൾ ഫോസ്റ്റസിൻ്റെ ക്യാരക്ടറും ക്ലൗണിൻ്റെ ക്യാരക്ടറും ലാസ്റ്റ് ആകുമ്പോഴേക്കും ഒരേപോലെ വരുന്നു എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഈ വാഗ്നർ ഈ ക്ലൗണിനെ ബോയ് എന്നാണ് വിളിക്കുന്നത്. ബോയ് എന്നാണ് ക്ലൗണിനെ വാഗ്നർ വിളിക്കുന്നത്. അപ്പോൾ ഈ ക്ലൗൺ ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴെങ്കിലും താടിയുള്ള ഒരു കുട്ടിയെ കണ്ടിട്ടുണ്ടോ, ബോയിയെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത്, ഞാനൊരു യുവാവാണ് എന്നുള്ള രീതിയിലാണ് ക്ലൗൺ പറയുന്നത്. അപ്പോൾ വാഗ്നർ പറയുന്നു, നീ എൻ്റെ അടിമയാവണം, അല്ലെങ്കിൽ നിന്നെ ഞാനിങ്ങനെ എൻ്റെ മാജിക് പവർ കൊണ്ട് കഷ്ണമാക്കും എന്നൊക്കെ പറയുന്നു. നിൻ്റെ ഈ സോളിനെ ഞാൻ ഡെവിളിന് വെക്കും, എന്നിട്ട് നിൻ്റെ മീറ്റ് ഞാൻ ഡെവിളിന് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാഗ്നർ അവനെ പേടിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ അതിലൊന്നും വീഴുന്നില്ല. അപ്പോൾ അതിനുശേഷം വാഗ്നർ എന്ത് ചെയ്യുന്നു, ഈ വാഗ്നറും ഫോസ്റ്റസിൻ്റെ കൂടെ കൂടിയിട്ട് മാജിക് പവറൊക്കെ പഠിച്ചു. അപ്പോൾ വാഗ്നർ എന്ത് ചെയ്യുന്നു, 2 ഡെവിളിനെ വിളിക്കുകയാണ്, ബലിയോൾ ആൻഡ് ബെൽച്ചർ. ബലിയോൾ ആൻഡ് ബെൽച്ചർ, BALIOL, ബലിയോൾ, ബെൽച്ചർ BELCHER, BELCHER. ബലിയോൾ ആൻഡ് ബെൽച്ചർ എന്ന് പറയുന്ന 2 ഡെവിളിനെ വാഗ്നർ വിളിക്കുന്നു, മന്ത്രം ചെയ്തിട്ട് വിളിക്കുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ക്ലൗണിന് പേടിയായി. ക്ലൗൺ ഇങ്ങനെ പേടിച്ച് ഓടാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് അവൻ സമ്മതിക്കുകയാണ് വാഗ്നറോട്, ശരി ഞാൻ നിങ്ങളുടെ സെർവൻ്റ് ആവാം, ഇനി എന്നെ പേടിപ്പിക്കരുത്, ഞാൻ നിങ്ങളുടെ സെർവൻ്റ് ആയിട്ട് നിൽക്കാമെന്ന് പറയുന്നു. അപ്പോൾ ഫോസ്റ്റസിൻ്റെ സെർവൻ്റ് ആണ് വാഗ്നർ, വാഗ്നറിൻ്റെ സെർവൻ്റ് ആണ് ക്ലൗണ്. അത് കൂടാണ്ട് ഈ സീനിൽ ക്ലൗൺ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് വാഗ്നറോട്, എനിക്കും മാജിക് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമോ, എനിക്ക് മാജിക് പഠിപ്പിച്ചു തരുമോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് സ്ത്രീകളെ ചൊറിയാലോ, അതായത് എനിക്കൊരു പ്രാണിയായിട്ട് സ്ത്രീകളെ എന്താ പറയുക ടിക്കിൾ ചെയ്യാലോ എന്ന് പറയുന്നുണ്ട്. അത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷൽ കോണ്ടെക്സ്റ്റിലുള്ള ഒരു അർത്ഥം തന്നെയാണ് വരുന്നത്. കൂടുതലും സ്ത്രീകളോട് ഇടപഴകാലോ എന്നുള്ളൊരു അർത്ഥത്തിലാണ് ക്ലൗൺ പറയുന്നത്. എനിക്ക് മാജിക് പഠിപ്പിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫ്ലീ ആയിട്ട് സ്ത്രീകളെ ടിക്കിൾ ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് സീൻ 4. നമുക്ക് നെക്സ്റ്റ് ആക്ട് 2 മുതൽ അടുത്ത ഓഡിയോയിൽ പഠിക്കാം. ഹലോ വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. നമ്മൾ നെക്സ്റ്റ് ആക്ടിലേക്ക് കടക്കുകയാണ്. ഇതിൽ തുടക്കത്തിൽ തന്നെ ഫോസ്റ്റസ് ഇങ്ങനെ ഡൗട്ടായിട്ടിരിക്കുന്നു. അതായത് ഞാൻ എടുത്ത തീരുമാനം ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ തന്നെ വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സീനിൽ ദൈവത്തെക്കുറിച്ച് കൂടുതലും ഫോസ്റ്റസ് ചിന്തിക്കുന്നുണ്ട്. അതായത് ഞാൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുമോ, എനിക്കിനി സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനിൽ ഇരിക്കുകയാണ്. ഈ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തൊക്കെയും ഗുഡ് ഏഞ്ചലും ഈവിൾ ഏഞ്ചലും അപ്പിയർ ആവും. അപ്പോൾ ആ സമയത്ത് തന്നെ വീണ്ടും ഗുഡ് ഏഞ്ചലും ഈവിൾ ഏഞ്ചലും അപ്പിയർ ആയിട്ട് മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്. ഈവിൾ ഏഞ്ചൽ ഫോസ്റ്റസിൻ്റെ തീരുമാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗുഡ് ഏഞ്ചൽ എന്ത് ചെയ്യുന്നു, ഇനിയും സമയമുണ്ട്, നെവർ ടു ലേറ്റ് എന്ന് പറയുകയാണ്. അവർ ഡിസപ്പിയർ ചെയ്തു. ആ സമയത്ത് ഫോസ്റ്റസ് മെഫിസ്റ്റോഫലിസിനെ വിളിക്കുകയാണ്, വീണ്ടും വെൽക്കം ചെയ്യുന്നു, എന്തായി തീരുമാനമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയത്ത് മെഫിസ്റ്റോഫലിസ്
പെയറായിട്ട് പറയുന്നു, ഓക്കെ നിങ്ങളുടെ ഒരു കണ്ടീഷൻ ലൂസിഫർ എഗ്രി ചെയ്തിട്ടുണ്ട്, അതായത് 24 ഇയേഴ്സ് എൻ്റെ സെർവൻ്റായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സോള് ലൂസിഫർ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഡീല് സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പകരം എന്ത് ചെയ്യണം, ബ്ലഡ് കൊണ്ട് ഒരു കരാർ എഴുതി തരണം. ഓക്കെ, നമ്മളൊരു ഡോക്യുമെൻ്റ് ചെയ്യാറില്ലേ, കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു ഡീഡൊക്കെ ചെയ്യാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ബ്ലഡ് കൊണ്ട് എഴുതി തരണമെന്ന് പറഞ്ഞു, ഒരു കരാർ ഒപ്പിടണമെന്ന് പറഞ്ഞു. സോ ഫോസ്റ്റസ് അതിന് സമ്മതിച്ചു. എന്നിട്ട് ഫോസ്റ്റസ് തൻ്റെ കൈ മുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട് കൈ കട്ട് ചെയ്തിട്ട് എഴുതുകയാണ്. ഈ ഒരു കരാർ എഗ്രിമെൻ്റ് എഴുതുന്ന സമയത്ത് ഫോസ്റ്റസിൻ്റെ ബ്ലഡ് കൺജീൽ ചെയ്യപ്പെടുന്നു. കൺജീൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് കട്ട പിടിക്കുക, ബ്ലഡ് കട്ട പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഫോസ്റ്റസിന് ടെൻഷനായി, ഇത് ദൈവം ചെയ്യിക്കുന്നതാണ്, എന്നെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്രൈസ്റ്റ് ചെയ്യിക്കുന്നതാണ് എന്ന് ഫോസ്റ്റസ് പേടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ സമയത്ത് മെഫിസ്റ്റോഫിലിസ് എന്ത് ചെയ്തു, കുറച്ച് കോളൊക്കെ കൽക്കരിയില്ലേ അതൊക്കെ കൊണ്ടുവന്നു ചൂടാക്കിയിട്ട് ബ്ലഡിനെ വീണ്ടും ലിക്വിഫൈ ചെയ്യിക്കുകയാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ ആ ഒരു വാണിംഗ് ആണ് കാണിക്കുന്നത്, ഗോഡിൻ്റെ വാണിംഗ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ മെഫിസ്റ്റോഫിലിസ് ഈ കോളൊക്കെ കൊണ്ടുവന്ന് ഈ ബ്ലഡ് ലിക്വിഫൈ ചെയ്തതിന് ശേഷം ഫോസ്റ്റസ് ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തു. അപ്പോൾ ഉടനെ തന്നെ ഫോസ്റ്റസിൻ്റെ കയ്യിലേക്ക് പെട്ടെന്ന് ഒരു അച്ചടിച്ചതുപോലൊരു സാധനം വരികയാണ്. ഫ്ലീ മാൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹോമോ ഫ്യൂഗ്, HOMO, ഹോമോ ഫ്യൂഗ്, FUGE. അത് ലാറ്റിൻ വേർഡാണ് ഹോമോ ഫ്യൂഗ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ അർത്ഥം ഫ്ലീ മാൻ എന്നാണ്, മനുഷ്യ നീ ഓടിപ്പോകൂ, നീ രക്ഷപ്പെട്ടു പോകൂ എന്നാണ് അർത്ഥമാക്കുന്നത്. അത് കണ്ടപ്പോൾ ഫോസ്റ്റസിന് പേടിയായി, കാരണം ഗോഡ് ആദ്യം ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ബ്ലഡിനെ എന്ത് ചെയ്തു, കൺജീൽ ചെയ്തു, അതിനുശേഷം കയ്യിലിങ്ങനെ എഴുതിക്കുകയാണ്. അതായത് ഫോസ്റ്റസിൻ്റെ കയ്യിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് വരികയാണ് ഹോമോ ഫ്യൂഗെ എന്നുള്ളത്. ഫോസ്റ്റസിന് പേടിയായി, എങ്ങോട്ട് ഞാനിനി ഓടിപ്പോകും, എന്നെ ദൈവം എവിടേക്കും ഇനി വിടില്ല, കാരണം ഞാനിനി എവിടെയെങ്കിലും ഓടിപ്പോകാൻ ശ്രമിച്ചാൽ തന്നെ ദൈവം എന്നെ നരകത്തിലേക്ക് എടുത്തിടും എന്നാണ് ഫോസ്റ്റസ് കരുതുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഫോസ്റ്റസ് വളരെയധികം പേടിച്ചു. സോ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഫോസ്റ്റസിൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് മെഫിസ്റ്റോഫിലിസ് ലീവ് ചെയ്തിട്ട് വീണ്ടും എൻട്രി ചെയ്യുകയാണ്. ഓക്കെ, വേറെ കുറേ ഡെവിളുമായിട്ട് വരികയാണ്. കാരണം ഈ ടെൻഷനായല്ലോ, ഫോസ്റ്റസിന് ടെൻഷനായല്ലോ. അപ്പോൾ ഈ ടെൻഷനൊക്കെ മാറ്റിയിട്ട് വീണ്ടും ഈ ഹെല്ലിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ ലൂസിഫറിൻ്റെ കൂടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ട് മെഫിസ്റ്റോഫിലിസ് പെട്ടെന്ന് അപ്രത്യക്ഷനായിട്ട് മറ്റ് ഡെവിളുമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ട് പറയുകയാണ്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒന്ന് പ്ലീസ് ചെയ്യിപ്പിക്കുന്നു, ക്രൗണൊക്കെ കൊടുത്തു. ഓക്കെ, വെൽക്കം ടു ഹെൽ എന്നുള്ള രീതിയിൽ നിങ്ങളൊന്നും ഒന്നും പേടിക്കണ്ട, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ലൂസിഫർ നോക്കും. നിങ്ങളുടെ ആഗ്രഹം എന്താണ്, ഒരു റിച്ചസ്റ്റ് മാൻ ആവണം, അല്ലെങ്കിൽ വേൾഡ്ലി പ്ലഷറൊക്കെ എൻജോയ് ചെയ്യണം എന്നല്ലേ നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ അതിനൊക്കെ നിങ്ങളെ ലൂസിഫർ സഹായിക്കും എന്നുള്ള രീതിയിലാണ് മെഫിസ്റ്റോഫിലിസ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. സോ അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, ഫോസ്റ്റസ് ആ ഒരു മെഫിസ്റ്റോഫിലിസ് പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കുറച്ച് കാമായി. ശരിയാണ്, എനിക്ക് ഈ വേൾഡ്ലി പ്ലഷറൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും, ഞാനെടുത്ത രീതി ശരിയായി എന്ന് ഫോസ്റ്റസ് കരുതുന്നു. അങ്ങനെ ഫോസ്റ്റസ് സൈൻ ചെയ്തിട്ടുള്ള ഈ കോൺട്രാക്റ്റ് ഫോസ്റ്റസ് മെഫിസ്റ്റോഫിലിസിന് ഏൽപ്പിക്കുകയാണ് ഈ സീനിൽ ചെയ്യുന്നത്. ഈ സീൻ തന്നെ ഇതൊരു ലെങ്തി സീനാണ് കേട്ടോ. ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് കുറച്ച് കാര്യങ്ങളൂടി വരുന്നുണ്ട്. അതിനു മുന്നേ ഈ സീന് പല ബുക്കുകളിൽ പല റെഫറൻസാണ്. അതായത് ഇത് ആക്ട് 1 തന്നെ കണ്ടിന്യൂഷനാണ്, ആക്ട് 1 തന്നെ സീൻ 5 കണ്ടിന്യൂഷനാണ് എന്ന് പല ബുക്കുകളിലും പറയുന്നുണ്ട്. ചില പുസ്തകങ്ങളിൽ ഇത് ആക്ട് 2 ആയിട്ട് തുടങ്ങുന്നതാണ് എന്നും പറയുന്നുണ്ട്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു ആൻസർ ഇല്ല കേട്ടോ, കാരണം പല പല എഡിഷൻസ് ആയിട്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ സീൻ വ്യക്തമായിട്ട് എവിടെയാണ് എന്നുള്ളതിൽ കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ മെഫിസ്റ്റോഫിലിസ് വന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഫോസ്റ്റസിന് നൽകി ഇങ്ങനെ പ്രീതിപ്പെടുത്തുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് മാജിക് പവർ കൂടി തരുന്നു എന്ന് പറയുന്നു. അപ്പോൾ മാജിക് പവർ കിട്ടിയപ്പോൾ ഫോസ്റ്റസിന് സന്തോഷമായി. കാരണം ഫോസ്റ്റസിൻ്റെ എപ്പോഴുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നോളജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, അദ്ദേഹത്തിന് ഈ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ മെഫിസ്റ്റോഫിലിസ് ഈ ഒരു പവറൊക്കെ കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഫോസ്റ്റസ് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയാണ് ഹെൽ, എവിടെയാണ്, വേർ ദ ഹെൽ ഈസ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിന് മെഫിസ്റ്റോഫിലിസ് ആൻസർ ചെയ്യാണ്, ഈ ഹെല്ലിന്, നരകത്തിന് ലിമിറ്റൊന്നുമില്ല, എവിടെ ദുഷ്ടന്മാരുണ്ടോ അവിടെയൊക്കെ നരകമുണ്ട് എന്ന് പറയുന്നു. ചെകുത്താന്മാരിൽ
നരകം കുടികൊള്ളുന്നു എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എവിടെയൊക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അവിടെയൊക്കെ നരകവും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹെല്ലിനൊരു ലിമിറ്റ് ഇല്ല എന്നാണ് മെഫിസ്റ്റോഫലിസ് ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആൻസറിൽ ഫോസ്റ്റസ് അത്ര സംതൃപ്തനൊന്നുമല്ല. അപ്പോൾ അതിൽ പറഞ്ഞു അങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, ഞാൻ ഇതിൽ തൃപ്തനല്ല എന്നുള്ള രീതിയിൽ ഫോസ്റ്റസ് പറയുന്നത്. അപ്പോൾ മെഫിസ്റ്റോഫലിസിന് ആൻസർ പറയാണ്, അതായത് ഞാൻ തന്നെ അതിനൊരു പ്രൂവാണ്, ഹെൽ ഉണ്ട് എന്നുള്ളതിനൊരു, ഹെല്ല് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നതിനൊരു ഉദാഹരണം തന്നെയാണ് ഞാൻ. കാരണം എന്നെ ആര് പുറത്താക്കിയതാണ് സ്വർഗത്തിൽ നിന്ന്? എന്നെ ദൈവം പുറത്താക്കിയതാണ്. അപ്പോൾ ഞാൻ എവിടെ കുടികൊള്ളുന്നു? ഞാൻ ഹെല്ലിലാണ് കുടികൊള്ളുന്നത് എന്ന് മെഫിസ്റ്റോഫലിസ് പറയുന്നു. ദെൻ വീണ്ടും ചോദിക്കുകയാണ്, ഈ ഭൂമി, ഈ വേൾഡ് ആര് ക്രിയേറ്റ് ചെയ്തു എന്ന് ഫോസ്റ്റസ് ചോദിക്കുന്നു. ഓക്കെ, ഈ വേൾഡ് ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം ചോദിക്കുന്ന സമയത്ത് അതിന് മെഫിസ്റ്റോഫലിസ് ആൻസർ ചെയ്യുന്നില്ല. കാരണം ഈ വേൾഡ് ക്രിയേറ്റ് ചെയ്തത് ഗോഡാണ് എന്നാണ് വിശ്വാസം. അപ്പോൾ ഗോഡിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ ഡബിൾസ് പറയില്ലല്ലോ. അപ്പോൾ അത് അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരം മെഫിസ്റ്റോഫലിസ് പറയുന്നില്ല. ദെൻ ഫോസ്റ്റസ് വീണ്ടും പറയുകയാണ്, എനിക്ക് നല്ലൊരു ഭാര്യയെ വേണം, എനിക്ക് ഒരു വൈഫിനെ നിങ്ങൾ തരണമെന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് മെഫിസ്റ്റോഫലിസ് എന്ത് ചെയ്യുന്നു, ഒരു ഡെവിളിനെ, ഒരു സ്ത്രീവേഷം കെട്ടിച്ച ഒരു ഡെവിളിനെ ഫോസ്റ്റസിന്റെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ശരിക്കും നല്ലൊരു സ്ത്രീയല്ല, അതൊരു ഡെവിളാണ്. ആ ഡെവിളിനെ സ്ത്രീനെ പോലെ വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്നു. അപ്പം അത് കണ്ടപ്പോൾ ഫോസ്റ്റസിന് ഭയങ്കര ദേഷ്യമായി. ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഒരു വൈഫിനെയാണ്, എനിക്കൊരു സപ്പോർട്ട്, എനിക്കൊരു കമ്പനിയാണ് വേണ്ടത് എന്നാണ് ഫോസ്റ്റസ് പറയുന്നത്. പക്ഷെ പകരം ഇങ്ങനൊരു സ്ത്രീവേഷം കെട്ടിയ ഒരാളെ കൊണ്ടുവന്ന സമയത്ത് ഫോസ്റ്റസിനത് ഇഷ്ടമായില്ല. അപ്പോൾ ഫോസ്റ്റസ് അതിനെ റിജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഫോസ്റ്റസിന് സ്ത്രീ വേണം, കൂടെ സ്ത്രീ വേണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിനെ ഒന്നും മെഫിസ്റ്റോഫലിസിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഫോസ്റ്റസിൻ്റെ പവർ ഇൻക്രീസ് ചെയ്യിച്ചിട്ട്, അതായത് ഒരുപാട് നോളജ് ഫോസ്റ്റസിലേക്ക് നൽകിയിട്ട് ഫോസ്റ്റസിൻ്റെ പവർ ഇൻക്രീസ് ചെയ്തിട്ട് ആ സോൾ എടുക്കാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുടുംബം, ആ ഒരു കാര്യത്തിനൊന്നും മെഫിസ്റ്റോഫലിസ് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പം മെഫിസ്റ്റോഫലിസ് രണ്ടാമതായിട്ട് പറയുകയാണ്, അതായത് ഈ സ്ത്രീനെ റിജക്റ്റ് ചെയ്തല്ലോ, സ്ത്രീവേഷം കെട്ടിയ ഡബിളിനെ ഫോസ്റ്റസ് റിജക്റ്റ് ചെയ്തപ്പോൾ മെഫിസ്റ്റോഫലിസ് പകരം ഒരു പുസ്തകം കൊടുക്കുകയാണ്. അതിലൊരുപാട് മാജിക് സ്പെൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് മന്ത്രങ്ങളൊക്കെ ഉള്ള ഒരു ബുക്ക് കൊടുത്തിട്ട് പറയാണ്, യു കോൺസെൻട്രേറ്റ് ഓൺ ദിസ്, നിങ്ങൾ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഇതിൽ പ്ലാനറ്റ്സിനെ കുറിച്ചിട്ടും ഹെവനെ കുറിച്ചിട്ടും ഹെർബ്സിനെ കുറിച്ചിട്ടും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള പല പല കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഏതിലേക്കാണ് പോകേണ്ടത്? ഈ നോളജിലേക്കാണ് പോകേണ്ടത് എന്ന് പറയുന്നു. ദെൻ ഈ സീനിൽ തന്നെ പല തവണയായിട്ട് ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ഫോസ്റ്റസിൻ്റെ ഓരോ ചിന്തകളും ഈ സീനിൽ ഫോസ്റ്റസ് ഫുൾ ഡൗട്ട്ഫുൾ ആണ്. എൻ്റെ തീരുമാനം ശരിയായി പോയോ, ഞാൻ എടുത്ത് തെറ്റായി പോയോ എന്നുള്ള ഡൗട്ടാണ്. ആ ഡൗട്ട് വരുമ്പോഴൊക്കെയും ഗുഡ് ഏഞ്ചലും ബാഡ് ഏഞ്ചലും വരുന്നുണ്ട്. അപ്പോൾ അവർ ഈ കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്യുന്നു. ഗുഡ് ഏഞ്ചൽ എന്ത് പറയുന്നു? ലേറ്റ് ആയിട്ടില്ല, ഇനിയും ഗോഡിന് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി പറ്റും, ഇനിയും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് വരാൻ പറ്റുമെന്ന് പറയുന്നു. ബാഡ് ഏഞ്ചൽ എന്ത് പറയുന്നു? നീ എടുത്ത തീരുമാനം തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മെഫിസ്റ്റോഫലിസ് ആരെ വിളിച്ചു? ലൂസിഫറിനെയും ബാൽസിബബിനെയും വിളിച്ചു. എന്നിട്ട് പറയുകയാണ്, ഫോസ്റ്റസ് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്, അപ്പോൾ നിങ്ങളൊന്ന് അവനെ സമാധാനിപ്പിക്കൂ എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ലൂസിഫർ ഫോസ്റ്റസിനോട് പറയുന്നു, ഇനി ഒരിക്കലും ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഓക്കെ, നീ ഇങ്ങനെ ക്രൈസ്റ്റ് എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് തന്നെ ആ വാക്ക് തന്നെ ഞങ്ങളെ ഇൻജേർഡ് ആക്കുന്നുണ്ട്, ഞങ്ങളെ മുറിവേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നീ ഇത് ആവർത്തിക്കരുത് എന്നൊരു താക്കീത് ലൂസിഫർ കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ലൂസിഫർ ഇവരുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് 7 ഡെഡ്ലി സിൻസിനെ വിളിക്കുന്നുണ്ട്. ഫോസ്റ്റസിന് 7 ഡെഡ്ലി സിൻസിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 7 ഡെഡ്ലി സിൻസ് അപ്പിയർ ചെയ്യുന്ന ഒരു സീനാണ് ഇത്. ആരൊക്കെയാണ് 7 ഡെഡ്ലി സിൻസ്? 7 ഡെഡ്ലി സിൻസ് എന്ന് പറഞ്ഞാൽ 7 പാപങ്ങൾ. ഇതായത് ക്രിസ്ത്യൻ ഇവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് മോറൽ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 7 ഡെഡ്ലി സിൻസിന് ഉപയോഗിക്കുന്നത്. അതായത് മോശം സ്വഭാവങ്ങൾ. ഇവർ ഈ ഒരു ഫോസ്റ്റസും മെഫിസ്റ്റോഫലിസും ഒക്കെ ഡബിളിൻ്റെ കൂട്ടത്തിലാണല്ലോ. അപ്പോൾ അവർ കൂടുതലും ആഗ്രഹിക്കുന്നതും ശീലിക്കുന്നതും മോശം സ്വഭാവങ്ങളാണ്. അപ്പോൾ അത് ഓർക്കുക, ഇവർക്ക് നല്ല സ്വഭാവങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ, എപ്പോഴും മോശം സ്വഭാവങ്ങളായിരിക്കും. അപ്പോൾ 7 ഡെഡ്ലി സിൻസിനെ ലൂസിഫർ ഇൻവൈറ്റ് ചെയ്യുന്നു. 7 ഡെഡ്ലി സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് പ്രൈഡ്.
പ്രൈഡ് എന്നുള്ളത് അഭിമാനം എന്നുള്ള രീതിയിൽ എടുക്കരുത്. സോറി, പ്രൗഡ് എന്നുള്ള അല്ല, പ്രൈഡാണ്. ആത്മാഭിമാനം അല്ലെങ്കിൽ ദുരഭിമാനം എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്, അഹങ്കാരം. ഫീലിംഗ് സുപ്പീരിയർ ടു അതേഴ്സ്. അപ്പോൾ ഒന്നാമത്തെ സിൻ എന്ന് പറയുന്നത് പ്രൈഡാണ്, അഹങ്കാരിയാണ്. രണ്ടാമത്തത് കവറ്റിയസ്നെസ്. കവറ്റിയസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീഡ്, ആർത്തി, കൂടുതൽ സ്വത്ത് വേണം, കൂടുതൽ കാര്യങ്ങൾ നേടണം എന്നുള്ള ഗ്രീഡാണ് കവറ്റിയസ്നെസ് എന്നുള്ള സിന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. COVETOUSNESS. COVETOUSNESS. ഇതിന്റെ കൃത്യമായ നോട്ട് ഞാൻ തരാം, അതുകൊണ്ട് സ്പെല്ലിംഗ് ഒന്നും കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. സോ രണ്ടാമത്തെ സിൻ എന്ന് പറയുന്നത് കവറ്റിയസ്നെസ് ആണ്. മൂന്നാമത്തത് വ്രാത്ത്. റാത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യവും റിവഞ്ചൊക്കെ ഉള്ള ഒരു സിന്നാണ് റാത്ത്. WRATH, റാത്ത്. ഓക്കെ, ഭയങ്കര ഒരു പ്രതികാരദാഹി എന്നുള്ള രീതിയിലാണ് വരുന്നത് റാത്ത്. ഇനി നാലാമത്തത് എൻവി. എൻവി എന്നുള്ള സിന്ന് ഭയങ്കര ജലസാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിലൊക്കെ ഭയങ്കരമായിട്ട് അസൂയാലുവായിട്ടുള്ള ഒരാളാണ് എൻവി എന്ന് പറയുന്നത്. ദെൻ ഗ്ലട്ടണി. അഞ്ചാമത്തെ സിന്നാണ് ഗ്ലട്ടണി. ഗ്ലട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ ഇൻ്റലിജൻസ് ഇൻ ഫുഡ് ആൻഡ് ഡ്രിങ്ക്, ആർത്തി കൂടുതലാണ്. ദെൻ സ്ലോത്ത്. സ്ലോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസിനെസ് ആണ്, റെസ്പോൺസിബിലിറ്റി ഒക്കെ മറന്നിട്ട് നിൽക്കുന്ന ഒരു സിന്നാണ് സ്ലോത്ത് എന്ന് പറയുന്നത്. നാലാമത്തെ സിന്നാണ് ലച്ചറി. ലച്ചറി എന്ന് പറഞ്ഞാൽ ലസ്റ്റ് ആണ്, കാമം. എക്സസീവ് സെക്ഷൽ ഡിസയർ ആണ് ലച്ചറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 7 ഡെഡ്ലി സിൻസ് ആരൊക്കെയാണ്? പ്രൈഡ്, കവറ്റിയസ്നെസ്, റാത്ത്, എൻവി, ഗ്ലട്ടണി, സ്ലോത്ത് ആൻഡ് ലച്ചറി. ഈ 7 ഡെഡ്ലി സിൻസ് ഈ ഒരു സീനിൽ അപ്പിയർ ആവുന്നു. ഓക്കെ അല്ലേ? ദെൻ ഈ 7 ഡെഡ്ലി സിൻസ് ഫോസ്റ്റസിന്റെ മുന്നിൽ അപ്പിയർ ആയ സമയത്ത് ഫോസ്റ്റസിന് ഭയങ്കര സന്തോഷമായി. ദെൻ ഫോസ്റ്റസ് വീണ്ടും ചോദിക്കുകയാണ്, എനിക്ക് ഹെല്ല് കാണിച്ചു തരുമോ, എനിക്ക് നരകം കാണിച്ചു തരുമോ എന്ന് ലൂസിഫറിനോട് ഫോസ്റ്റസ് ചോദിക്കുകയാണ്. അപ്പോൾ ഫോസ്റ്റസ് പറയുന്നത്, ഓക്കെ ഞാൻ ആളെ അയക്കാം, രാത്രി ആളെ അയക്കാം, ഹെല്ല് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആളെ വിടാം. അപ്പോൾ അതുവരെയും എന്ത് ചെയ്യുക? ഈ പുസ്തകങ്ങളൊക്കെയും വായിക്കുക, ഞാൻ തന്നിട്ടുള്ള ഈ മാജിക് സ്പെൽസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക. അങ്ങനെയെങ്കിലും മാത്രമേ നിനക്ക് ഞങ്ങളെപ്പോലുള്ളൊരു ഡബിൾ ആവാൻ വേണ്ടി സാധിക്കൂ, നിനക്ക് നീ ആഗ്രഹിക്കുന്ന പോലുള്ള കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കൂ എന്ന് ലൂസിഫർ പറയുകയാണ്. അപ്പോൾ ഈ സീനിൽ എന്തൊക്കെ സംഭവിച്ചു? ഈ എഗ്രിമെന്റ്, ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് ഈ സീനിലാണ്. കയ്യിൽ ഹോം ഓഫ് ഫ്യൂഗെ എന്നുള്ള കാര്യങ്ങൾ അപ്പിയർ ചെയ്യുന്നത് ഇതിലാണ്. ദെൻ ഗുഡ് ഏഞ്ചലും ഈവിൾ ഏഞ്ചലും പലതവണ അപ്പിയർ ചെയ്യുന്നൊരു സീനാണ്. ലൂസിഫർ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഒരു സീനാണ്. അതുകൂടാതെ ലൂസിഫർ 7 ഡെഡ്ലി സീൻസിനെ കാണിച്ചു കൊടുക്കുന്നൊരു സീൻ കൂടി ആണ്. ഇതൊരു ലെങ്തി സീനാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുക. അടുത്ത സീൻ വളരെ ചെറിയൊരു സീനാണ്. ഇതിൽ റോബിൻ എന്നും റെയ്ഫ്, RAFE, റെയ്ഫ് എന്നും പേരിൽ 2 സ്റ്റേബിൾ ഹാൻഡ്, ഓസ്ലർ, ഹോസ്ലർ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത് കുതിരയെ നോക്കുന്ന ആൾക്കാരാണ്. കുതിരയെ തീറ്റിക്കുന്നതും അതിനെ പരിപാലിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരുകളാണ് സ്റ്റേബിൾ ഹാൻഡ്, ഓസ്ലർ അല്ലെങ്കിൽ ഹോസ്റ്റ്ലർ. ഓക്കെ, അപ്പോൾ ഈ 3 പേര് കണ്ടാലും എന്താണ് മനസ്സിലാക്കേണ്ടത്? കുതിരയെ നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഫോസ്റ്റസിന്റെ കുതിരയെ നോക്കുന്ന ആൾക്കാരാണ് റോബിനും അതേപോലെ തന്നെ റെയ്ഫും. അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മാജിക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ ഒരു പുസ്തകം, അതായത് ഫോസ്റ്റസിൻ്റെ പുസ്തകം കട്ടെടുക്കുന്നുണ്ട്. ഈ ഒരു റോബിൻ എന്നുള്ള ഓസ്ലർ ഫോസ്റ്റസിൻ്റെ ഒരു ബുക്ക് കട്ടെടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മാജിക്കും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പുസ്തകത്തിനെ പറ്റിയിട്ടുള്ള ഒരു കോൺവെർസേഷനാണ് ഈ ഒരു സീനിൽ നടക്കുന്നത്. അടുത്ത സീനിൽ ഒരു അനൗൺസ്മെന്റ് ആണ് വരുന്നത്, ഒരു കോറസ് പോലെ. ഈ അനൗൺസ് ചെയ്യുന്നത് വാഗ്നർ ആണ്. വാഗ്നർ പറയുന്നു, ഒരു ചാരിയോട്ടിൽ, ഒരു രഥത്തിൽ കയറിയിട്ട് ഫോസ്റ്റസ് എവിടേക്ക് പോയി? ആകാശത്തേക്ക് പോയി, സ്കൈയിലേക്ക് പോയി. ഈ ചാരിയോട്ട് ആരാ ഓടിക്കുന്നത്? ഡ്രാഗൺസ് ആണ്. അപ്പം ഡ്രാഗൺസ് ആണ് ഈ ഒരു രഥം ഓടിച്ചിട്ട് ഫോസ്റ്റസിനെയും കൊണ്ട് ആകാശത്തിലേക്ക് പോയത്. എന്തിനാണ് പോയത്? കോസ്മോളജി പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, ആസ്ട്രോണമി പഠിക്കാൻ വേണ്ടിയിട്ട്, സീക്രട്സ് ഓഫ് കോസ്മോഗ്രാഫി. ഇപ്പോൾ ആസ്ട്രോളജി പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൈയിലേക്ക്, ആകാശത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് ഈ ഒരു രഥം കൊണ്ടുപോകുന്നത്? ഡ്രാഗൺസ് ആണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ പഠിച്ചിട്ട് വേണം ആരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്? ഗോഡിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദൈവത്തിനുള്ളത്ര അറിവ് നേടണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഫോസ്റ്റസ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അനൗൺസ് ചെയ്യുന്നത് ആരാണ്? വാഗ്നർ ആണ്
അനൗൺസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വാഗ്നർ ആണ് ഇവിടെ കോറസിന്റെ റോള് ഏറ്റെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ വാഗ്നർ പറയുന്നു, ഓക്കെ, ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഫോസ്റ്റസ് എങ്ങോട്ടേക്ക് പോകും? റോമിലേക്ക് പോകും. അവിടെ പോപ്പിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഹോളി ഫീസ്റ്റ് ഓഫ് സെയിന്റ് പീറ്ററിന്റെ ഹോളി ഫീസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യുമെന്ന് വാഗ്നർ അനൗൺസ് ചെയ്യുന്നു. അടുത്ത സീനിൽ മെഫിസ്റ്റോഫലിസും ഫോസ്റ്റസും റോമിലേക്ക് എത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇവർ യൂറോപ്പൊക്കെ സഞ്ചരിച്ചിട്ട് റോമിലേക്ക് എത്തി. അപ്പോൾ റോമിലേക്ക് എത്തിയിട്ട് ഫോസ്റ്റസ് മെഫിസ്റ്റോഫലിസിന് പറയുകയാണ്, നമുക്ക് റോമിലെ ഫേമസ് ആയിട്ടുള്ള മോണ്യുമെന്റ്സ് ഒക്കെ കാണാൻ വേണ്ടി പോകാമെന്ന് പറയുന്നു. അപ്പോൾ ആ സമയത്ത് മെഫിസ്റ്റോഫലിസ് പറയുന്നു, വേണ്ട, നമുക്ക് പകരം ഇവിടുത്തെ പോപ്പിനെ ഒന്ന് പറ്റിക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ ട്രിക്കി ആയിട്ട് ചെയ്തിട്ട് പോപ്പിനെ നമുക്കൊന്ന് പറ്റിച്ചാലോ എന്ന് മെഫിസ്റ്റോഫലിസ് ചോദിക്കുകയാണ്. അതായത് ഇവർക്ക് ഒരുപാട് മന്ത്രശക്തികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് പോപ്പിനെ ഒന്ന് ട്രിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ സമയത്ത് ഒന്ന് പ്രാങ്ക് ചെയ്യാം, ഇപ്പോഴത്തെ ടൈമിൽ പറയുകയാണെങ്കിൽ പ്രാങ്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോസ്റ്റസ് അതിന് സമ്മതിക്കുന്നു. അപ്പോൾ ഈ സീനിൽ ടെക്സ്റ്റ് ബിയിലെയും ടെക്സ്റ്റ് എയിലെയും കാര്യങ്ങൾ പരാമർശിക്കാനുണ്ട്. അതായത് ഈ ഫോസ്റ്റസ് 2 ഭാഗങ്ങളായിട്ട് ബുക്ക് എ, ബുക്ക് ബി, പാർട്ട് എ, പാർട്ട് ബി എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. അതൊരു ഫോളിയോ ആയിട്ട് എഴുതിയതാണ്. സോ അതിലെ 2 കാര്യങ്ങളും ഇതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രാമയിൽ നമുക്കിതൊരു പ്ലേ ആയിട്ട് അവതരിപ്പിക്കുമ്പോൾ സ്റ്റേജിൽ ഏതാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും പുസ്തകത്തിൽ 2 പാർട്ട് എയിലെയും പാർട്ട് ബിയിലെയും കാര്യങ്ങൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട്. ഇത് ഇൻക്ലൂഡ് ചെയ്ത് പറയുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ പാർട്ട് എയിൽ പറയുകയാണ്, പാർട്ട് ബിയിലെ കാര്യം ആദ്യം പറയാം. അപ്പോൾ ഇവർ എന്ത് ചെയ്തു? മെഫിസ്റ്റോഫലിസും ഫോസ്റ്റസും ആ റൂമിൽ അദൃശ്യരായിട്ട് നിൽക്കുകയാണ്. മെഫിസ്റ്റോഫലിസിന്റെ മാജിക് പവറൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ അദൃശ്യരായിട്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് പോപ്പും അദ്ദേഹത്തിന്റെ കുറച്ച് ടീമിലെ ആൾക്കാരും അറ്റൻഡൻസും ബ്രൂണോ എന്ന വ്യക്തിയും വരുന്നു. ഓക്കെ, അപ്പൊ ഈ ബ്രൂണോ പോപ്പിനെതിരായിട്ടുള്ളൊരു വ്യക്തിയാണ്. ബ്രൂണോ പോപ്പിനെതിരായിട്ടുള്ളൊരു വ്യക്തിയാണ്, ശത്രുവാണ്, പോപ്പിന്റെ ശത്രുവാണ്. അപ്പൊ ആ റൂമിലേക്ക് ബ്രൂണോയും കൊണ്ട് പോപ്പും പോപ്പിന്റെ അറ്റൻഡൻസും ആൾക്കാരും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് ഇവർ 2 പേരും, മെഫിസ്റ്റോഫലിസും ഫോസ്റ്റസും കാർഡിനൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതന്മാർ, നമ്മൾ കദ്രിനാൾമാർ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആൾക്കാരുടെ വേഷം ധരിച്ചിട്ട് അങ്ങനെയുള്ള ആൾക്കാരായിട്ട് ഡിസ്കസ് ചെയ്യാണ്. അതായത് അങ്ങനെ രൂപം മാറിയിട്ട് വേഷപ്രച്ഛന്നരായി. ഓക്കെ, അങ്ങനെ വരികയാണ്. അപ്പോൾ കാർഡിനൽസിന്റെ വേഷമാണ് ആരെടുത്തിട്ടുള്ളത്? മെഫിസ്റ്റോഫലിസും ഫോസ്റ്റസും. എന്നിട്ട് വന്നിട്ട് പോപ്പിന്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ പോപ്പ് വിചാരിച്ചു ഇവർ കാർഡിനൽസ് ആണ്. ഓക്കെ, ഈ കാർഡിനൽസിന്റെ അടുത്തേക്ക് ബ്രൂണോനെ ഏൽപ്പിച്ചിട്ട് പറയുന്നു, നിങ്ങൾ ഇവനെ വധിക്കണം. വേഷം മാറി വന്ന മെഫിസ്റ്റോഫലിസിനും ഫോസ്റ്റസിനും ബ്രൂണോയെ ഏൽപ്പിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഇവനെ വധിക്കണമെന്ന് പറയുന്നു. അപ്പോൾ അവരവനെ അത് സമ്മതിച്ചു. അങ്ങനെ മെഫിസ്റ്റോഫലിസും ഫോസ്റ്റസും കാർഡിനലായിട്ട് വേഷം ധരിച്ച ഇവര് ബ്രൂണോയും കൊണ്ട് പോകുന്നു. എന്നിട്ട് ബ്രൂണോയെ കൊല്ലുന്നില്ല, പകരം എന്താ ചെയ്യുന്നത്? ജർമ്മനിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, ഇതാണ് ഈ സീൻ. അപ്പൊ അതിനുശേഷം ബ്രൂണോയെ ജർമ്മനിയിലേക്ക് കടക്കാൻ സഹായിച്ച ശേഷം ശരിക്കുള്ള പുരോഹിതന്മാർ ആ സീനിലേക്ക് വരുന്നുണ്ട്. ശരിക്കുള്ള പുരോഹിതന്മാർ ആ സീനിലേക്ക് വരുന്ന സമയത്ത് പോപ്പ് ചോദിക്കുന്നു, നിങ്ങളെ ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? നിങ്ങൾ ബ്രൂണോയെ കൊന്നോ എന്ന് ചോദിച്ച സമയത്ത് അവർക്കിതൊന്നും അറിയുന്നില്ല. കാരണം അവരല്ലല്ലോ ശരിക്കും വന്നിട്ടുള്ളത്, വേഷം മാറി എത്തിയിട്ടുള്ള മെഫിസ്റ്റോഫലിസും ഫോസ്റ്റസും അല്ലേ ആ സീനിൽ വന്നത്. അപ്പോൾ ശരിക്കുള്ള കദ്രിനാൾമാർ വന്ന സമയത്ത് അവരാകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പം എന്താ സംഭവിച്ചേ? എന്നെ ആരെയും കൊല്ലാൻ ഏൽപ്പിച്ചിട്ടില്ലല്ലോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് പോപ്പിനും ആകെ കൺഫ്യൂഷൻ ആവുന്നു. അപ്പം ഇങ്ങനെയുള്ള സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക്, ഇതൊരു ഡ്രാമയല്ലേ, അവർക്ക് ഒരു ഉത്കണ്ഠയും ചിരിയും ഒക്കെ ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സീനുകൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ കാര്യം ഞാൻ പാർട്ട് ബി എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞതാണ്. ഇനി പാർട്ട് എയിലെ കാര്യങ്ങളാണെങ്കിൽ ഇവര് അതായത് ബ്രൂണോനെ ഏൽപ്പിക്കുന്നതല്ല പാർട്ട് എയിലെ സീന്. കാർഡിനലും പിന്നെ അതേപോലെ തന്നെ പോപ്പും അദ്ദേഹത്തിന്റെ പരിവാരങ്ങളൊക്കെ ആയിട്ട് ഒരു ഫീസ്റ്റ് അറ്റൻഡ് ചെയ്യാണ്. ഒരു എന്താ സദ്യ അല്ല, അതിനെന്താ പറയാ, നല്ല കുറെ ഭക്ഷണങ്ങളൊക്കെ വിളമ്പി വെച്ചിട്ടൊരു ഫുഡ് എൻജോയ് ചെയ്യുകയാണ്. അതിന്റെ കറക്റ്റ് വേർഡ് എനിക്ക് കിട്ടുന്നില്ല, ഫീസ്റ്റ് എന്നുള്ള വാക്ക് മാത്രമേ വായിലിപ്പോൾ വരുന്നുള്ളൂ. റെഡി ടു ഈറ്റ് അറ്റ് ദ ബാങ്കറ്റ്, എന്താ പറയാ, വലിയൊരു മേശയിൽ സൽക്കാരം. ഓക്കെ, ആ ഒരു കാര്യം പറയാം. കുറേ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുകയാണ്.
അപ്പം ആ സമയത്ത് മെഫിസ്റ്റോഫിലിസും ഫോസ്റ്റസും വീണ്ടും ഡിസപ്പിയർ ആയിട്ട് എന്ത് ചെയ്യുന്നു, അവിടെയുള്ള ഫുഡൊക്കെ അടിച്ചു മാറ്റുന്നു. പിന്നെ ഇവരെ പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നു. പോപ്പിന്റെ കൂടെയുള്ള അറ്റൻഡേഴ്സിനൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ അവർ വിചാരിച്ചു ഇത് ഗോസ്റ്റ് ആണ്, കാരണം ആരും കാണാനില്ല, പകരം ഭക്ഷണമൊക്കെ അവിടുന്ന് കാണാണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിച്ചു എന്തോ ഗോസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ട് കൂടെയുള്ള അറ്റൻഡേഴ്സ്, അതായത് പോപ്പിന്റെ കൂടെയുള്ള ആൾക്കാർ കുറേ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട്. പോപ്പ് സ്വയം കുരിശ് വരക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് മെഫിസ്റ്റോഫിലിസും ഫോസ്റ്റസും ചിരിക്കുകയാണ് ചെയ്യുന്നത്. എന്താ പറയണ്ടേ, ഇവരെ കളിപ്പിക്കുകയല്ലേ. എന്നിട്ട് മെഫിസ്റ്റോഫിലിസും ഫോസ്റ്റസും എന്ത് ചെയ്യുന്നു, ഇവരെ അടിക്കുന്നുണ്ട്. കാരണം ഇവർ ഇൻവിസിബിൾ ആണ്, ഇവർ ആർക്കും കാണാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഈ പോപ്പിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ അടിക്കുന്നു, അവിടെ ഫയർ വർക്ക്സ് ഒക്കെ അവർ കത്തിക്കുന്നു. അങ്ങനെ ഒരു ഭീകരാന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചുകൊണ്ട് ആ സീൻ മെഫിസ്റ്റോഫിലിസും ഫോസ്റ്റസും എൻജോയ് ചെയ്യുകയാണ്. ഓക്കെ, സോ ഈ പെർട്ടിക്കുലർ സീനിൽ തന്നെ നമുക്ക് 2 ഭാഗങ്ങൾ പഠിച്ചു. പാർട്ട് ബിയിലെ കാര്യമാണ് ബ്രൂണോനെ ഏൽപ്പിക്കുന്നത്. മെഫിസ്റ്റോഫിലിസിനും ഫോസ്റ്റസിനും കാർഡിനൽസ് ആയിട്ട് വേഷം ധരിച്ച് വന്നപ്പോൾ ബ്രൂണോനെ ഏൽപ്പിക്കുന്നത്. പാർട്ട് എയിലെ സീനാണ് ഈ ഒരു സൽക്കാരത്തിൻ്റെ ഇടയിൽ ഇവർ ഇൻവിസിബിൾ ആയിട്ട് ഇവരെ ഉപദ്രവിക്കുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മൾ നേരത്തെ പറഞ്ഞ റോബിനും അതേപോലെ തന്നെ റെയ്ഫും ഉണ്ടല്ലോ, ഓസ്ലർ അല്ലെങ്കിൽ സ്റ്റേബിൾ ഹാൻഡ് എന്നൊക്കെ പറഞ്ഞ ഈ കുതിരയെ നോക്കുന്ന ആൾക്കാർ, അവർ ഫോസ്റ്റസിൻ്റെ ഈ ഒരു മാജിക് ബുക്ക് ഓൾറെഡി കട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ വീണ്ടും സ്റ്റേജിലേക്ക് വരികയാണ്. ഇവരുടെ കയ്യിലൊരു സിൽവർ ഗോബ്ലറ്റ് ഉണ്ട്. ഗോബ്ലറ്റ് എന്ന് വെച്ചാൽ പാനപാത്രം, ഇവരുടെ കൈ വീഞ്ഞൊക്കെ നിറക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രം. അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരു ഗോബ്ലറ്റ് ഉണ്ട്. അതും അവരെന്ത് ചെയ്തതാണ്, കട്ടെടുത്തതാണ്. അപ്പോൾ ആ സീനിലേക്ക് വേറൊരാളും കൂടി കടന്നു വരുന്നുണ്ട്, ഒരു വൈൻ മർച്ചന്റ്. അപ്പോൾ ഈ വൈൻ മർച്ചന്റ് ചോദിക്കുന്നുണ്ട് ഇതെനിക്ക് തരാവോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഈ റോബിനും റെയ്ഫും പറയാണ് ഞങ്ങൾക്ക് മാജിക് ഒക്കെ അറിയാം, അത് ഉപയോഗിച്ചിട്ട് നിന്നെ ഞങ്ങൾ ഉപദ്രവിക്കും എന്നൊക്കെ പറയുന്നു. അപ്പം അതേ സമയത്ത് തന്നെ ഈ കുറച്ച് മാജിക് ഒക്കെ ഇവർ പഠിച്ചിട്ടുണ്ടല്ലോ, ഈ പുസ്തകം കട്ടെടുത്തിട്ട് അവർ മെഫിസ്റ്റോഫിലിസിനെ വിളിക്കുകയാണ്. മന്ത്രം ചൊല്ലിയിട്ട് മെഫിസ്റ്റോഫിലിസിനെ വിളിക്കുകയാണ്. അപ്പം മെഫിസ്റ്റോഫിലിസ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ മെഫിസ്റ്റോഫിലിസിന് ദേഷ്യം വന്നു. കാരണം ഫോസ്റ്റസിന്റെ അടിമയായിട്ടിരിക്കാമെന്നാണ് മെഫിസ്റ്റോഫിലിസ് വാക്ക് കൊടുത്തത്. അപ്പോൾ ഈ ഫോസ്റ്റസിന്റെ കുതിരക്കാരായിട്ടുള്ള റോബിനും ഈ റീലും ഒക്കെ വിളിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര മെഫിസ്റ്റോഫിലിസിന് ദേഷ്യം വന്നത്. ലോവർ സ്റ്റാറ്റസിലുള്ള ആൾക്കാരെ എന്തിനാണ് എന്നെ വിളിക്കുന്നത് എന്ന് മെഫിസ്റ്റോഫിലിസിന് ദേഷ്യം വരുന്നു. അപ്പോൾ മെഫിസ്റ്റോഫിലിസ് പറഞ്ഞു ഇനിയും എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും ഒരു ആനിമലാക്കി മാറ്റും, അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ വിളിക്കരുത് എന്ന് മെഫിസ്റ്റോഫിലിസ് ഈ റോബിനും റെയ്ഫിനും താക്കീത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട സീനിൻ്റെ ഒരു പാരഡോക്സ് ആയിട്ട് വരുന്നു. അതായത് പോപ്പിനെ മെഫിസ്റ്റോഫിലിസും അതേപോലെ തന്നെ ഫോസ്റ്റസൊക്കെ കളിപ്പിക്കുന്നുണ്ടല്ലോ. അതായത് ഫോസ്റ്റസിനേക്കാളും ഹയർ റാങ്കിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ ഈ ഫോസ്റ്റസൊക്കെ പ്രാങ്ക് ചെയ്തു. പക്ഷേ മെഫിസ്റ്റോഫിലിസിനെ റോബിനും റെയ്ഫൊക്കെ വിളിക്കുമ്പോൾ മെഫിസ്റ്റോഫിലിസിന് ഇഷ്ടപ്പെടുന്നില്ല. മെഫിസ്റ്റോഫിലിസ് എന്താ കരുതുന്നത്, എന്നെക്കാളും താഴ്ന്ന നിലയിലുള്ള ഒരാൾ, ലോവർ ക്ലാസ്സിലുള്ള ഒരാൾ എന്നെ കളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് മെഫിസ്റ്റോഫിലിസ് പറയുന്നു. അപ്പോൾ ഈ 2 സീനും പാരഡോക്സ് ആയിട്ടാണ് വരുന്നത്. മെഫിസ്റ്റോഫിലിസിന് എന്തും ചെയ്യാം, മെഫിസ്റ്റോഫിലിസിനെ ആർക്കും ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല, ഹയർ സ്റ്റാറ്റസിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇയാളുടെ സർവീസ് ഉണ്ടാവുള്ളൂ എന്നൊരു രീതിയാണ് വരുന്നത്. അടുത്ത സീനിലും ഒരു അനൗൺസ്മെന്റ് ആണ്. ഇത് 3ാമത്തെ കോറസ് ആണ് കേട്ടോ. ആദ്യത്തെ കോറസ് പ്രൊലോഗായിട്ട് വരുന്നു, ഈ പ്ലേ തുടങ്ങുന്ന സമയത്ത് വരുന്നു. 2ാമത്തെ കോറസ് വാഗ്നർ വന്നിട്ട് പറയുകയാണ് ഈ ഒരു ചാരിയോട്ടിൽ, ഡ്രാഗൺസ് കൊണ്ടുപോകുന്ന ചാരിയോട്ടിൽ എവിടത്തേക്ക് പോയി, സ്കൈയിലേക്ക് ആസ്ട്രോണമി പഠിക്കാൻ പോയി എന്നുള്ളത് 2ാമത്തെ കോറസ് ആണ്. 3ാമത്തെ കോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും കോറസ് എൻ്റർ ചെയ്തിട്ട് പറയാണ് ഫോസ്റ്റസ് ഹാസ് റിട്ടേൺഡ്. അദ്ദേഹത്തിൻ്റെ ഈ യാത്രകളൊക്കെ കഴിഞ്ഞിട്ട് ഫോസ്റ്റസ് റിട്ടേൺ ചെയ്തു എന്ന് പറയുന്നു 3ാമത്തെ കോറസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരുപാട് നോളജുകൾ നേടി, ഒരുപാട് ആസ്ട്രോണമിയൊക്കെ പഠിച്ചു, വേൾഡിനെ കുറിച്ച് പഠിച്ചു, ഒരുപാട് നോളജ് നേടിയിട്ടാണ് ഫോസ്റ്റസ് തിരിച്ചു വരുന്നത് എന്ന് പറയുന്നു. അതിൻ്റെ കൂടെ തന്നെ ഇത്രയും നോളജ് നേടിയ ഫോസ്റ്റസിനെ ജർമ്മനിയിലെ രാജാവായിട്ടുള്ള, ജർമ്മനിയിലെ എംപറർ ആയിട്ടുള്ള ചാൾസ് 5ാമൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എന്നും കോറസ് അനൗൺസ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ബാക്കി അടുത്ത ഓഡിയോയിൽ പറയാം. കാരണം ഇങ്ങനെ ഓഡിയോ കട്ട് ചെയ്ത് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ലെങ്തി ആയിട്ടുള്ള ഒരു പ്ലേ ആണ് ഡോക്ടർ ഫോസ്റ്റസ്. ഇപ്പൊ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് 1 or 2 hours ഒരു ഓഡിയോ ചെയ്ത് കഴിഞ്ഞാൽ മടുക്കും. കാരണം ഈ ക്ലാസ് അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഓരോ സീനും പറയുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ലെങ്തി ആയിരിക്കും. അതുകൊണ്ടാട്ടോ കട്ട് ചെയ്ത് പറയുന്നത്. പിന്നെ ക്ലാസ് കേട്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിൽ ചോദിക്കുക. കാരണം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ ഡൗട്ട് ഉള്ളതിനനുസരിച്ചിട്ട് മാത്രമേ നിങ്ങളുടെ നോളേജും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റുള്ളൂ, കാര്യങ്ങൾ ക്ലിയർ ആവുള്ളൂ. അപ്പം ഞാൻ സ്പീഡിൽ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ അതെൻ്റെ അടുത്ത് ചോദിക്കണം കേട്ടോ. വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. നമ്മൾ ഡോക്ടർ ഫോസ്റ്റസിൻ്റെ കണ്ടിന്യൂഷനാണ്. ലാസ്റ്റത്തെ ഓഡിയോയിൽ പറഞ്ഞു വെച്ചത് കോറസ് ആണ്. കോറസ് വന്ന് ഈ എംപറർ ചാൾസ് ഫിഫ്ത്ത് ഫോസ്റ്റസിനെ ഇൻവൈറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. അപ്പോൾ അഡീഷണൽ ആയിട്ട് ഒരു കാര്യം കൂടി പറയുകയാണ്. അതിന് മുന്നത്തെ സീനിൽ, അതായത് റോബിനും റീഫും മാജിക് ബുക്ക് കട്ടെടുത്തിട്ട് മെഫിസ്റ്റോഫിലിസിനെ വിളിക്കുന്നുണ്ടല്ലോ, വെൽക്കം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ മെഫിസ്റ്റോഫിലിസിന് ദേഷ്യം വന്നിട്ട് അവരെ ജീവികളാക്കി മാറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മെഫിസ്റ്റോഫിലിസ് റോബിനെ എയ്പ്പായിട്ടും റെയ്ഫിനെ ഡോഗായിട്ടും, റോബിനെ മനുഷ്യക്കുരങ്ങായിട്ടും റെയ്ഫിനെ ഡോഗായിട്ടുമാണ് മാറ്റുന്നത്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. റോബിൻ, എയ്പ്പ്, റെയ്ഫ്, ഡോഗ്. ഇത് ഓർത്ത് വെക്കാനായിട്ട് എളുപ്പമാർഗം പറയാം. ഇത് ഞാൻ യൂസ് ചെയ്തൊരു മാർഗമാണ്. അതായത് റോബിൻ ഒരു വരിയുടെ റേപ്പ് എയ്പ്പ് എന്ന് എഴുതാം, APE, എയ്പ്പ്. സ്പെല്ലിംഗ് ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ROBIN റോബിൻ, APE എയ്പ്പ്. ഇതിലൊരു സ്പെല്ലിംഗ് പരസ്പരം റിപ്പീറ്റ് ചെയ്യുന്നില്ല. റെയ്ഫ്, ഡോഗ്, RAFE. റെയ്ഫിനെ എന്താക്കി മാറ്റി? ഡോഗാക്കി മാറ്റി. അപ്പോൾ നിങ്ങളിത് കൺഫ്യൂഷനായിട്ട് വരില്ല കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർ പഠിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. റോബിനെ എയ്പ്പാണോ ആക്കിയത്, ഡോഗാണോ ആക്കിയത്, പെട്ടെന്ന് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോഴേ. അപ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇത് സ്പെല്ലിങ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. റോബിൻ എന്താക്കുന്നു? എയ്പ്പാക്കുന്നു. റെയ്ഫിന് എന്താക്കുന്നു? ഡോഗ് ആക്കുന്നു. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് സീനിലേക്ക് പോകാം. ചാൾസ് ഫിഫ്ത്തിനെ കാർലസ് ഫിഫ്ത്ത് എന്നും പറയുന്നുണ്ട് കേട്ടോ. CARLUS. രണ്ടും ചാൾസ് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത്. പക്ഷേ ചിലപ്പോൾ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാർലസ് എന്ന് വേണമെങ്കിൽ കാണിക്കാം. CARLUS. അത് ചാൾസ് ഫിഫ്ത്തിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഫോസ്റ്റസിൻ്റെ മാജിക്കൽ പവർ അറിഞ്ഞിട്ടാണ് ചാൾസ് ഫിഫ്ത്ത് ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോസ്റ്റസ് ചാൾസ് ഫിഫ്ത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തി. അപ്പോൾ ചാൾസ് ഫിഫ്ത്ത് പറയുന്നത്, നിങ്ങളുടെ മാജിക്കൽ പവർ എനിക്ക് കാണിക്കണം, എനിക്കത് കണ്ടു മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാൾസ് ഫിഫ്ത്ത് പറയുന്നത്, എനിക്ക് അലക്സാണ്ടർ ദ ഗ്രേറ്ററിനെയും അദ്ദേഹത്തിൻ്റെ ലവർ പാരമോറിനെയും കാണിക്കണം. അവരൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ശവകുടീരത്തിൽ നിന്ന് അവരെ ജീവിപ്പിക്കണം. അതാണ് ഫോസ്റ്റസ് ചെയ്യേണ്ട ടാസ്ക് എന്ന് ചാൾസ് ഫിഫ്ത്ത് പറയുന്നു. അപ്പോൾ ആ കൊട്ടാരത്തിൽ ഒരു നൈറ്റ് ഉണ്ടായിരുന്നു. നൈറ്റ് അറിയാലോ, കൊട്ടാരത്തിലെ KNIGHT, നൈറ്റ്. അപ്പം നൈറ്റ് ഫോസ്റ്റസിനെ കളിയാക്കുന്നുണ്ട്. ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ ചാൾസ് ഫിഫ്ത്തിൻ്റെ കൊട്ടാരത്തിലെ നൈറ്റ് ഫോസ്റ്റസിനെ കളിയാക്കുന്നു. അപ്പോൾ ഫോസ്റ്റസ് ആ ചലഞ്ച് ഏറ്റെടുത്തു. അപ്പോൾ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ഈ മരിച്ച ആളെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവരുടെ സ്പിരിറ്റിനെ അവരുടെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, അവരുടെ സ്പിരിറ്റിനെ കൊണ്ടുവരാൻ പറ്റും എന്ന് പറയുന്നു. അങ്ങനെ ആ ചലഞ്ച് ഏറ്റെടുത്തിട്ട് മെഫിസ്റ്റോഫിലിസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് തന്നെ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെയും അദ്ദേഹത്തിൻ്റെ ലവർ പാരമൗറിനെയും തിരികെ കൊണ്ടുവരികയാണ് സ്പിരിറ്റായിട്ട്. അപ്പം അതിനുശേഷം ഈ നൈറ്റ് കളിയാക്കിയിട്ടുണ്ടല്ലോ ഫോസ്റ്റസിനെ, ഇതെല്ലാം തട്ടിപ്പാണ്, ഇങ്ങനത്തെ മാജിക് പവർ ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. അപ്പം അതിനൊരു റിവഞ്ച് എന്നുള്ള രീതിയിൽ ഈ നൈറ്റിൻ്റെ തലയിൽ 2 കൊമ്പുകൾ ഫോസ്റ്റസ് തൻ്റെ മാജിക്കൽ പവറിലൂടെ വരുത്തിക്കുന്നുണ്ട്. തലയിൽ ഒരു ഹോൺ. ഓക്കെ, 2 ഹോൺസ്. ഇപ്പം നൈറ്റിന് പെട്ടെന്ന് അറിയുന്നില്ല, തൻ്റെ തലയിൽ ഈ കൊമ്പ് മുളച്ച കാര്യം നൈറ്റിന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചാൾസ് ഫിഫ്ത്ത് ആണ് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് വഞ്ചന കാണിച്ചതിൻ്റെ ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ തലയിൽ കൊമ്പ് മുളച്ചത് എന്ന് നൈറ്റിനെ ചാൾസ് ഫിഫ്ത്തും കളിയാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ അതിനുശേഷം ആ ഒരു സീനിന് ശേഷം എംപറർ ചാൾസ് ഫിഫ്ത്ത് തന്നെ പറയാണ്, ഈ ഒരു കൊമ്പ് ദയവായിട്ട് അയാളുടെ തലയിൽ നിന്ന് മാറ്റി കളയണം എന്ന്. അപ്പോൾ കിങ്ങിൻ്റെ റിക്വസ്റ്റ് പ്രകാരം ഫോസ്റ്റസ് എന്ത് ചെയ്യുന്നു? തലയിൽ നിന്ന് ആ കൊമ്പ് എടുത്തു കളയുന്നു. ഇതാണ് ആ സീൻ വരുന്നത്. ആ സീൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ഒരു കാര്യം കൂടി നടക്കുന്നു. ഫോസ്റ്റസ് ഈ ജർമ്മനിയിലാണ് കേട്ടോ എംപറർ ചാൾസ് ഫിഫ്ത്ത് ഉള്ളത്. അദ്ദേഹത്തെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ഹോഴ്സ് ട്രേഡറിനെ കാണുന്നു. ഹോഴ്സ്
കോഴ്സർ അല്ലെങ്കിൽ ഹൗസ് ട്രേഡർ. ഹൗസ് കേഴ്സർ അല്ലെങ്കിൽ ഹൗസ് ട്രേഡർ. അപ്പോൾ ഈ ഹൗസ് കേഴ്സറിനും ഫോസ്റ്റസിൻ്റെ മാജിക്കൽ പവറിനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ അദ്ദേഹം ഫോസ്റ്റസിൻ്റെ കയ്യിൽ നിന്നും ഒരു ഹൗസിനെ വാങ്ങിക്കുകയാണ്. ഓക്കെ, ഹൗസ് ട്രേഡർ ഹൗസിനെ വിൽക്കുകയല്ല, കുതിരയെ വിൽക്കുകയല്ല ചെയ്യുന്നത്, പകരം എന്താ ചെയ്യുന്നത്, ഫോസ്റ്റസിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുതിരയെ വാങ്ങുന്നു. അപ്പോൾ ഫോസ്റ്റസ് എത്ര രൂപക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ $40 $40. അപ്പോൾ ഫോസ്റ്റസ് പറയുന്നു, ഓക്കെ ഞാൻ ഹൗസിനെ വിൽക്കാം, പകരം ഒരു കണ്ടീഷൻ ഉണ്ട്, ഇതിനെ വെള്ളത്തിൽ ഇറക്കാൻ പാടില്ല. ഈ ഹൗസിനെ വെള്ളത്തിൽ ഇറക്കി കഴിഞ്ഞാൽ അതൊരു സ്ട്രോ ആയിട്ട് പോകും, വൈക്കോലായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇതൊരു മാജിക്കൽ ഹൗസാണ്, ഇതിനെ വെള്ളത്തിൽ ഇറക്കാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ഹൗസ് ട്രേഡർ തിരിച്ചു വരും. അയാളുടെ അശ്രദ്ധ കൊണ്ട് ഈ ഹൗസിനെയും കൊണ്ട് വെള്ളത്തിൽ ഇറങ്ങും. ആ സമയത്ത് ഹൗസ് സ്ട്രോ ആയിട്ട് മാറും, ഡിസപ്പിയർ ആയിട്ട് മാറും. എന്നിട്ട് അദ്ദേഹം ഫോസ്റ്റസിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എൻ്റെ $40 തിരിച്ചു തരണം എന്ന് പറയുന്നു. ആ സമയത്ത് ഫോസ്റ്റസ് ഉറങ്ങിയ പോലെ അഭിനയിക്കുകയാണ്. അപ്പം മെഫിസ്റ്റോഫിലിസ് പറയുന്നു, അദ്ദേഹത്തെ വിളിക്കണ്ട, ഉറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഹൗസ് ട്രേഡർ അതൊന്നും കേൾക്കാണ്ട് ഫോസ്റ്റസിൻ്റെ കാല് പിടിച്ചു വലിക്കുന്നു. കാല് പിടിച്ചു വലിച്ച സമയത്ത് ഒരു മാജിക് പോലെ എന്താണ്, ആ ഫോസ്റ്റസിൻ്റെ കാല് ഊരി ഇയാളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. ഇത് നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം കേട്ടോ കാര്യങ്ങൾ പറയുന്നത്. ഫോസ്റ്റസിൻ്റെ കയ്യിലേക്ക് ഹൗസ് ട്രേഡറിൻ്റെ കയ്യിലേക്ക് ഫോസ്റ്റസിൻ്റെ കാല് ഊരി വരികയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കാണുമ്പോൾ നമുക്ക് പേടിയാവില്ലേ? മറ്റേ ചതിക്കാത്ത ചന്തു സിനിമയിലില്ലേ, കുറേ ലാസ്റ്റ് ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ കുറേ കൈയൊക്കെ കുറേ ജീവികളൊക്കെ പോലെ മനുഷ്യന്മാർ, ജീവികളെന്നല്ല, ഒരു പ്രാങ്ക് ചെയ്യുന്ന പോലെ. അപ്പം അതുപോലെ ഹോസ് ട്രേഡർ കാല് പിടിച്ച് വലിച്ച സമയത്ത് ഫോസ്റ്റസിൻ്റെ കാല് ഊരി വരികയാണ്. അത് കണ്ടപ്പോൾ ഹോസ് ട്രേഡർക്ക് പേടിയായി, അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഇതൊരു മാജിക്കൽ ട്രിക്കിലൂടെയാണ് ഫോസ്റ്റസ് കാണിക്കുന്നത്, തൻ്റെ കാല് ഊരി വരുന്നത് പോലെ. ശരിക്കും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ സീൻ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഫോസ്റ്റസിന് മാജിക്കൽ പവർ ഒരുപാട് കിട്ടി, ഒരുപാട് നോളജ് കിട്ടി. പക്ഷേ ഇയാളൊരു എന്താ പറയണ്ടേ, ഇങ്ങനെ ഒരു സ്ട്രീറ്റ് മജീഷ്യനെ പോലെയാണ് തൻ്റെ പവർ ഉപയോഗിക്കുന്നത്. വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ തൻ്റെ പവർ അദ്ദേഹം ഉപയോഗിക്കുന്നു. ഈ സീൻ അവസാനിക്കുന്നത് ഈ ഒരു കാര്യം നടക്കുമ്പോഴേക്കും അവിടെ ഫോസ്റ്റസിൻ്റെ സെർവൻ്റ് ആയിട്ടുള്ള വാഗ്നർ വരുന്നുണ്ട്. വാഗ്നർ പറയാണ്, വാൻ ഹോൾട്ട് എന്ന സ്ഥലത്തിലെ ഡ്യൂക്ക് ഫോസ്റ്റസിനെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഒരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ അത് കേട്ട ഉടനെ തന്നെ ഡോക്ടർ ഫോസ്റ്റസും അദ്ദേഹത്തിൻ്റെ ഡബിളും മെഫിസ്റ്റോഫിലിസും അവിടെ നിന്ന് പോകുന്നു. എവിടത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? വാൻ ഹോൾട്ടിലേക്ക്. നെക്സ്റ്റ് സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വാൻ ഹോൾട്ടിലെത്തിയ കാര്യങ്ങൾ പറയുകയാണ്. അവിടുത്തെ ഡ്യൂക്കും ഡച്ചസും മെഫിസ്റ്റോഫിലിസിനെയും ഫോസ്റ്റസിനെയും വെൽക്കം ചെയ്യുന്നു. ഇപ്പോൾ അവിടുത്തെ ഡച്ചസ് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവരൊരു ആഗ്രഹം പറയുന്നു, ഡച്ചസിന് ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവിടുത്തെ സീസൺ പ്രകാരം വിൻ്ററാണ്, വിൻ്ററിൽ ഈ ഫ്രഷ് ഗ്രേപ്സ് അവൈലബിൾ അല്ല. അപ്പോൾ ഫോസ്റ്റസിന് ഇതെങ്ങനെയെങ്കിലും എത്തിച്ചു തരാൻ പറ്റുമോ, തൻ്റെ മാജിക്കൽ പവറിലൂടെ എത്തിക്കാൻ പറ്റുമോ എന്ന് അവർ ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് കേട്ടുണ്ടെങ്കിൽ തന്നെ ഫോസ്റ്റസ് എന്ത് ചെയ്യുന്നു, മെഫിസ്റ്റോഫിലിസിനോട് ഈ കാര്യം പറയുന്നു. മെഫിസ്റ്റോഫിലിസിനെ പറഞ്ഞു വിടുന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ഗ്രേപ്സ് എവിടുന്നെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ മെഫിസ്റ്റോഫിലിസ് ഫ്രഷ് ആയിട്ടുള്ള ഗ്രേപ്സ് കൊണ്ടുവന്ന് ഇവിടുത്തെ വാൻ ഹോൾട്ടിലെ ഡച്ചസിന് കൊടുക്കുന്നു. അപ്പോൾ അത് കഴിച്ച ശേഷം ഡച്ചസ് പറയുന്നു, ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേപ്സ് ആണിത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പം അതിന് മറുപടിയായിട്ട് ഫോസ്റ്റസ് പറയുന്നത്, ഈ രാജ്യത്ത് വിൻ്റർ ആണെങ്കിൽ ഈ ലോകത്തിൻ്റെ ഏതോ ഒരു ഭാഗത്ത് സമ്മറാണ്. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിത് നിങ്ങൾക്ക് വേണ്ടി എത്തിച്ചത്. എനിക്ക് അത്രയും നല്ലൊരു മാജിക്കൽ പവർ ഉണ്ട്, അത്രയും ഫാസ്റ്റാണ് എൻ്റെ സ്വിഫ്റ്റ് സ്പിരിറ്റ്. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന പക്ഷിയെ സ്വിഫ്റ്റ് എന്ന് വിളിക്കാറില്ലേ, സ്വിഫ്റ്റ്, ആ പക്ഷിയുടെ പേരാണ് സ്വിഫ്റ്റ്. അപ്പോൾ എൻ്റെ സ്വിഫ്റ്റ് സ്പിരിറ്റ് ഇത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു ഗ്രേപ്സ് എത്തിച്ചു തന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇങ്ങനെ ഗ്രേപ്സ് എത്തിച്ചു കൊടുത്തത് ഡ്യൂക്കിനും ഡച്ചസിനും ഭയങ്കര സന്തോഷമായി. അവരെ ഒരുപാട് സമ്മാനങ്ങളും ഒക്കെ കൊടുത്തിട്ട് അവരെ ആദരിക്കുകയാണ്. അടുത്ത സീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ്. ഈ ഫോസ്റ്റസിൻ്റെ കാലം ഏകദേശം കഴിഞ്ഞു. അതായത് 24 വർഷക്കാലമാണല്ലോ മെഫിസ്റ്റോഫിലിസിന് സെർവൻ്റായിട്ട് നിൽക്കണം എന്നുള്ളൊരു ആവശ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. ഇനി ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 24 വർഷം കഴിഞ്ഞു. ഇപ്പോൾ ഫോസ്റ്റസ് ഭയങ്കര ടെൻഷനായി, കാരണം തൻ്റെ അവസാനം അടുത്തോണ്ടിരിക്കുകയാണ്. ഇനി നാളെ ഞാൻ മരിക്കും, എൻ്റെ സോള്
ഡെവിൾ കൊണ്ടുപോകും എന്നുള്ള ആ ഒരു സമയത്ത് എത്തിയപ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ, ഞാൻ ഗോഡിനോട് ഇനിയൊരു റിപ്പൻറ്റൻസ് ആവശ്യപ്പെടണോ എന്നൊക്കെയുള്ള രീതിയാണ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് സ്കോളേഴ്സ് വരുന്നു, അതായത് ഫോസ്റ്റസിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ടുള്ള സ്കോളേഴ്സ് വരികയാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഫോസ്റ്റസ് അവരോട് പറയുന്നുണ്ട്, ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മരണമാണ് എന്നുള്ള രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നു, ഓക്കെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർ പോകുന്നു. അപ്പോൾ അതിനുശേഷം അവസാനത്തെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ ഫോസ്റ്റസ് മെഫിസ്റ്റോഫിലിസിനോട് പറയാണ്, എനിക്ക് ഹെലൻ ഓഫ് ട്രോയിയെ കാണണം. ഹെലൻ എന്നുള്ളത് അത്രയും സൗന്ദര്യത്തിൻ്റെ ഒരു മൂർത്തിഭാവമാണ്. ഹെലൻ ഓഫ് ട്രോയുടെ കഥ അറിയാമായിരിക്കുമല്ലോ. ഹെലൻ കാരണമാണ് വലിയൊരു വാറ് വരെ യുദ്ധം ഉണ്ടാകുന്നത്. അപ്പോൾ ഹെലനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. ഹെലനും പണ്ടേ മരിച്ച ഒരാളാണ്. അപ്പോൾ ഹെലൻ്റെ സോളിനെ കൊണ്ടുവരാമെന്ന് മെഫിസ്റ്റോഫിലിസ് പറയുന്നു. അങ്ങനെ ഹെലൻ്റെ സോള് വന്ന സമയത്ത് ഫോസ്റ്റസ് ഹെലനെ കിസ് ചെയ്യാണ് ചെയ്യുന്നത്. മേക്ക് മീ ഇമ്മോർട്ടൽ എന്ന് പറയുന്നു. അപ്പോൾ അവസാന നിമിഷം പോലും ദൈവത്തിൽ നിന്ന് ഒരു എന്താ പറയേണ്ടത്, എനിക്ക് ഹെവനിലേക്ക് പോകണം, ദൈവം എൻ്റെ തെറ്റൊക്കെ പുറത്ത് തരണം എന്ന് പറയുന്നതിന് പകരം അവസാന നിമിഷവും പ്ലഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതാണ് ഫോസ്റ്റസിൻ്റെ കാര്യം പറയുന്നത്. ഏറ്റവും ജീവിതം അവസാനിക്കാറായി, അപ്പോൾ പോലും എനിക്കൊരു മോക്ഷം കിട്ടുമോ, എനിക്ക് വീണ്ടും ഒരു അവസരം തരുമോ എന്നല്ല ചിന്തിക്കുന്നത്, തൻ്റെ കയ്യിലേക്ക് വന്നിട്ടുള്ള ആ ഒരു മാജിക്കൽ പവറിനെ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്തും ഒരു ഓൾഡ് മാൻ വരുന്നു. നമ്മൾ ആദ്യം ഗുഡ് ഏഞ്ചൽ വന്ന പോലെ തന്നെയാണ് ഒരു ഓൾഡ് മാൻ അപ്പിയർ ചെയ്യുന്നത്. ഓൾഡ് മാൻ ഫോസ്റ്റസിനോട് പറയുന്നുണ്ട്, സമയം കഴിഞ്ഞിട്ടില്ല, ഇനിയും ദൈവത്തിൻ്റെ അടുത്ത് അവസരമുണ്ട്, ക്രൈസ്റ്റിനോട് ആവശ്യപ്പെടൂ, എനിക്ക് ക്ഷമ തരൂ എന്ന് ക്രൈസ്റ്റിനോട് ആവശ്യപ്പെടൂ എന്ന് ആ ഓൾഡ് മാൻ പറഞ്ഞിട്ട് അദ്ദേഹം പോകുന്നു. പക്ഷെ ആ കാര്യങ്ങളൊന്നും ഫോസ്റ്റസിന് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഗോഡിന് ആവശ്യപ്പെടാനോ ഒന്നും പറ്റില്ല, കാരണം അത്രത്തോളം പാപം ചെയ്തു കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് സീൻ ആക്ട് 5 സീൻ 2. അപ്പോൾ അവിടെ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കി ഉണ്ടാകുന്ന സമയത്ത് ഫോസ്റ്റസ് സ്കോളേഴ്സിൻ്റെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോസ്റ്റസും അവസാനത്തെ മനുഷ്യരുമാണ്, ഫോസ്റ്റസ് കാണുന്ന മനുഷ്യർ സ്കോളേഴ്സാണ്. അപ്പോൾ അവരോട് തുറന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ സോളിനെ വിറ്റു, ഞാൻ എൻ്റെ സോളിന് ഡെവിളിനെ വിറ്റു എന്ന് പറയുന്നു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഞെട്ടലുണ്ടാക്കി. ഇതെന്താണ് ഈ പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് മാജിക്കൽ പവർ ഉണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, എന്നാലും ഇത്രമാത്രം ഒരു തെറ്റ് നിങ്ങൾ ചെയ്യണ്ടായിരുന്നു എന്ന് സ്കോളേഴ്സ് പറയുന്നു. അപ്പോൾ ഫോസ്റ്റസ് പറയുന്നുണ്ട്, പിന്നെ ഏദൻ തോട്ടത്തിൽ സെർപ്പൻ്റ് ഉണ്ടായിരുന്നല്ലോ, ഈവിനെ കബളിപ്പിച്ചിട്ടുള്ള ആ ഒരു പാമ്പ്, അപ്പോൾ അതിനേക്കാളും വിഷമാണ് ഞാൻ. ഗാർഡൻ ഓഫ് ഏദനിൽ ഈവിനെ പറഞ്ഞു പറ്റിച്ചിട്ടുള്ള ഒരു സെർപ്പൻറ്റിനെക്കാളും വിഷമാണ് ഞാനെന്ന് ഫോസ്റ്റസ് സ്വയം പറയുകയാണ്. അതിനുശേഷം ഫോസ്റ്റസ് ഈ സ്കോളേഴ്സിനെയൊക്കെ പറഞ്ഞു വിടുകയാണ്. അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു വിടുന്നത്. സമയം 11 മണിയായി. 12 മണിയാകുമ്പോഴേക്കും ഫോസ്റ്റസിൻ്റെ ലൈഫ് അവസാനിക്കും. അപ്പോൾ 11 മണിയോട് കൂടി നിർബന്ധിച്ചിട്ട് സ്കോളേഴ്സിനൊക്കെ ഫോസ്റ്റസ് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അത്യധികം ടെൻഷൻ പിടിച്ചൊരു രംഗമാണ്. ഈ ക്ലോക്ക് ഒന്ന് നിന്നിരുന്നെങ്കിൽ, ഈ ഭൂമി ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ, ഈ മൗണ്ടെയിൻസ് ഒക്കെ ഒന്ന് ഫോൾ ചെയ്തിരുന്നെങ്കിൽ എന്നൊക്കെ ഫോസ്റ്റസ് ആഗ്രഹിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ഹെവനിലേക്ക് എത്തിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പോൾ അവസാന നിമിഷമാകുമ്പോഴേക്കും ഭയങ്കര കുറ്റബോധമാണ്. ഞാൻ കുറച്ച് നാളത്തെ പ്ലഷറിന് വേണ്ടിയിട്ട് എൻ്റെ ജീവിതം ഞാൻ പല മോശം കാര്യങ്ങളും ചെയ്തു, എനിക്ക് സ്വർഗത്തിലേക്ക് പോയാൽ മതിയായിരുന്നു, ഞാൻ ദൈവത്തിനെ ധിക്കരിക്കരുതായിരുന്നു, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഈ അവസാന നിമിഷം ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ക്ലോക്ക് 11:30 ആയി. അപ്പോൾ ലാസ്റ്റ് നിമിഷം ദൈവത്തിനോട് ഇങ്ങനെ വിളിച്ചു പറയാണ്, ക്രൈസ്റ്റിനോട് ഇങ്ങനെ വിളിച്ചു പറയാണ്, എപ്പോഴെങ്കിലും എൻ്റെ ആത്മാവിനെ നിങ്ങൾ തിരിച്ച് ഹെവനിലേക്ക് കൊണ്ടുപോകണം, ഒരു 1000 വർഷം എടുത്താലും ശരി എൻ്റെ സോളിനെ കൊണ്ടുപോകണമെന്നൊക്കെ അത്രയും സങ്കടത്തിൽ പറയുകയാണ്. അത്രയും സങ്കടവും ടെൻഷനൊക്കെ പിടിച്ചൊരു സിറ്റുവേഷനാണ്. അങ്ങനെ ക്ലോക്ക് 12 മണി അടിച്ചു. 12 മണി അടിച്ച സമയത്ത് തണ്ടറും ലൈറ്റ്നിങ് ഒക്കെ വന്നു, ഡെവിള് പ്രത്യക്ഷമായി. ഈ ഫോസ്റ്റസിൻ്റെ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡെവിള് പ്രത്യക്ഷപ്പെട്ടിട്ട് ഫോസ്റ്റസിൻ്റെ ശരീരം കീറി മുറിച്ചിട്ടാണ് ആ ആത്മാവിനെ ഹെല്ലിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് ആ സീൻ
തീരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഈ സ്കോളേഴ്സും ആൾക്കാരും ഒക്കെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയണ്ടേ, കീറി മുറിച്ചൊരു ശരീരത്തോടു കൂടിയാണ് ഫോസ്റ്റസ് കിടക്കുന്നത്, മരണപ്പെട്ടിട്ട്. ഫോസ്റ്റസിൻ്റെ ആത്മാവിനെ ഹെല്ലിലേക്ക് കൊണ്ടുപോയി. അവസാനം ഒരു എപ്പിലോഗിലൂടെയാണ് ഇത് അവസാനിക്കുന്നത്. അതായത് തൻ്റെ ലൈഫ്, ഏതൊരു വ്യക്തിയുടെയും ലൈഫ് കുറച്ച് കാലത്തെ പ്ലഷറിന് വേണ്ടിയിട്ട് നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവസാന കാലഘട്ടത്തിൽ നമ്മൾ അതിനു വേണ്ടി വിഷമിക്കും, നമ്മൾ കുറ്റബോധത്തോടു കൂടി നീറി നീറി മരിക്കും എന്നൊരു തോട്ടാണ് ഇതിലൂടെ നൽകുന്നത്. അപ്പം അങ്ങനെ നമ്മളുടെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡ്രാമ ഡോക്ടർ ഫോസ്റ്റസ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. സോ ഈ പ്ലേ ഒരു പ്രൊലോഗിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എപ്പിലോഗിൽ അവസാനിക്കുന്നുണ്ട്. ഇത് ക്രിസ്റ്റഫർ മാർലോയുടെ മൈറ്റി ലൈൻസിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലേ ആണ്. ഇതിലൊരു ലാറ്റിൻ വേർഡ് കയ്യിൽ വരുന്നുണ്ടല്ലോ, ഫോസ്റ്റസ് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ അത് ഹോമോ ഫ്യൂജ് എന്നുള്ളതാണ്. ഓ മാൻ ഫ്ലൈ എന്നാണ് അതിനർത്ഥം വരുന്നത്. ദെൻ മെഫിസ്റ്റോഫലിസിനോട് ആരാണ് ഈ ഭൂമി ക്രിയേറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്ന സമയത്ത് അതിനൊരു ഉത്തരം നൽകുന്നില്ല. എന്തുകൊണ്ടാണ്? ഗോഡാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഗോഡിൻ്റെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് മെഫിസ്റ്റോഫലിസ് അതിനൊരു ഉത്തരം നൽകാഞ്ഞത്. അതേപോലെ തന്നെ ആദ്യം എനിക്കൊരു ഭാര്യയെ തരണം എന്ന് പറഞ്ഞ സമയത്തും മെഫിസ്റ്റോഫലിസ് ഒരു വിരൂപയായിട്ടുള്ള ഒരു ഭാര്യയാണ് കൊടുക്കുന്നത്, അപ്പോൾ ഒരു ഡെവിളിനെ. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ മെഫിസ്റ്റോഫലിസ് ആ ഒരു ടോപ്പിക്ക് മാറ്റി കൊണ്ടുവരുന്നുണ്ട്. കാരണം മാരേജ് എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഡിവൈൻ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ അത് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ആ ഒരു ഡിവിനിറ്റി ഇവിടെ ഡെവിളിൻ്റെ ലൈഫിൽ വേണ്ട എന്നതുകൊണ്ടാണ് മാരേജിനെ മെഫിസ്റ്റോഫലിസ് സപ്പോർട്ട് ചെയ്യാഞ്ഞത്. ഓക്കെ, ദെൻ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കോഡ്സുകളും കാര്യങ്ങളും ഞാൻ നോട്ടായിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇതിലെല്ലാ ക്യാരക്ടേഴ്സിനെയും കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഞാൻ ക്യാരക്ടേഴ്സിനെ പറയാം. ഇതിൽ ഡോക്ടർ ഫോസ്റ്റസ് അൺലിമിറ്റഡ് ആയിട്ടുള്ള നോളജ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള അവസാനം ലൈഫ് കൈവിട്ടു പോയൊരു മനുഷ്യനാണ്. തൻ്റെ ദുരാഗ്രഹം കൊണ്ട് ലൈഫ് കൈവിട്ടു പോയൊരു മനുഷ്യനാണ് ഡോക്ടർ ഫോസ്റ്റസ്. അദ്ദേഹത്തിൻ്റെ 24 വർഷം മെഫിസ്റ്റോഫലിസിന് നൽകി. മെഫിസ്റ്റോഫലിസ് ലൂസിഫറിൻ്റെ അടിമയാണ്. ലൂസിഫറാണ് ഡബിളിൻ്റെ രാജകുമാരനായിട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് ആര് കൊണ്ടുപോകും? ലൂസിഫർ കൊണ്ടുപോകും ഹെല്ലിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ലൂസിഫറിൻ്റെ കിങ്ഡം ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ മെഫിസ്റ്റോഫലിസ് എന്ന് പറയുന്നത് ഫോസ്റ്റസിൻ്റെ സെർവൻ്റായിട്ട് വരുന്ന ഡബിളാണ്. ദെൻ വാഗ്നർ ആരാണ്? വാഗ്നർ ലൂസിഫറിൻ്റെ സെർവൻ്റാണ്. ലൂസിഫറിൻ്റെ അല്ല, ഫോസ്റ്റസിൻ്റെ സെർവൻ്റാണ്. വാഗ്നർ തന്നെയാണ് പലപ്പോഴും കോറസ് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്. രണ്ടാമത്തെ കോറസ് ആയിട്ട് വരുന്നത് വാഗ്നർ ആയിരുന്നു. ആദ്യത്തെ കോറസിൽ ഫോസ്റ്റസ് എന്താണ് എന്നൊക്കെയുള്ള കാര്യം ജസ്റ്റ് അനൗൺസ് ചെയ്യുന്നതാണ്. ഈ വാഗ്നർ ഫോസ്റ്റസിൻ്റെ ബുക്ക് കട്ടെടുത്തിട്ട് മാജിക് ഒക്കെ ചെയ്തിട്ട് 2 ഡെവിളിനെ വിളിക്കുന്നുണ്ട്, ബെലിയോൾ ആൻഡ് ബെൽച്ചർ. അത് ഓർമ്മ വേണം, ബെലിയോൾ ആൻഡ് ബെൽച്ചർ. വാഗ്നർ അതേപോലെ തന്നെ ക്ലൗണിനെ തൻ്റെ സെർവൻ്റ് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ക്ലൗൺ ഇതിലൊരു കോമിക് ക്യാരക്ടറാണ്. അപ്പോൾ വാഗ്നർ ഈ ബുക്ക് കട്ടെടുത്തിട്ട് ക്ലൗണിനടുത്ത് കുറച്ച് പ്രാങ്കൊക്കെ കാണിച്ചിട്ട് ക്ലൗണിനെ സെർവൻ്റ് ആക്കി വെക്കുന്നു. അപ്പോൾ ഫോസ്റ്റസിൻ്റെ സെർവൻ്റ് വാഗ്നറിൻ്റെ സെർവൻ്റ് ക്ലൗൺ. ദെൻ വെയിൽസ് ആൻഡ് കോർണീലിയസ്, അവർ ഫോസ്റ്റസിൻ്റെ ഫ്രണ്ട്സാണ്, മജീഷ്യൻസും ആണ്. ഇതിൽ കോറസ് എന്ന് പറയുന്നത് സിംഗിൾ ക്യാരക്ടറാണ് കേട്ടോ. ദെൻ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ക്യാരക്ടേഴ്സാണ് ഗുഡ് ഏഞ്ചലും ഈവിൾ ഏഞ്ചൽ, ഓൾഡ് മാനൊക്കെ. ഈ ഓൾഡ് മാനും ഗുഡ് ഏഞ്ചലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്, ദൈവത്തിനോട് മേഴ്സി ചോദിക്കൂ, റിപ്പൻറ്റൻസ് ചോദിക്കൂ എന്ന് പറയുന്നു. ദെൻ റോബിൻ എന്നുള്ളൊരു ഓസ്ലറാണ്, കുതിരക്കാരൻ. ദെൻ റെയ്ഫും ഒരു കുതിരക്കാരനാണ്. ഇതിൽ റോബിൻ ആരായിട്ട് മാറും? എയ്പ്പായിട്ട് മാറും. റെയ്ഫ് ഡോഗായിട്ട് മാറും. ദെൻ ഒരു ഹൗസ് കേഴ്സർ വരുന്നുണ്ട്. ഹൗസ് കേഴ്സറാണ് ഫോസ്റ്റസിൻ്റെ അടുത്ത് നിന്ന് കുതിരയെ വാങ്ങിയിട്ട് പറ്റിക്കപ്പെടുന്നത്. ദെൻ മറ്റ് ക്യാരക്ടേഴ്സാണ് സ്കോളേഴ്സ് ആയിട്ടുള്ളത്. ഈ സ്കോളേഴ്സ് യൂണിവേഴ്സിറ്റി ഓഫ് വിറ്റൻബർഗ്, WITTENBERG, ഫോസ്റ്റസിൻ്റെ കൊളീഗ്സ് ആണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് വിറ്റൻബർഗിലെ കൊളീഗ്സ് ആണ്. ദെൻ ഇതിൽ മറ്റൊരു ക്യാരക്ടറാണ് പോപ്പ്. ഈ പോപ്പിന് നമ്മൾ യൂറോപ്പിലെ പോപ്പിൻ്റെ അടുത്ത് പോയിട്ട് പ്രാങ്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. ദെൻ പോപ്പിൻ്റെ അടുത്ത് നിന്ന് ഒരാളെ രക്ഷിക്കുന്നുണ്ട്, ബ്രൂണോയെ പോപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേഷം മാറി വന്ന മെഫിസ്റ്റോഫലിസിൻ്റെയും ഫോസ്റ്റസിൻ്റെയും കയ്യിൽ കൊടുത്തപ്പോൾ ബ്രൂണോയെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഫോസ്റ്റസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ മറ്റ് ക്യാരക്ടേഴ്സാണ് എംപറർ ചാൾസ് ഫിഫ്ത്ത്. എംപറർ ചാൾസ് ഫിഫ്ത്തിനെ തന്നെയാണ് കാർലസ് ഫിഫ്ത്ത് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ നൈറ്റ്,
ദെൻ ഡ്യൂക്ക് ഓഫ് വാൻ ഹോൾട്ട്, ഡച്ചസ് ഓഫ് വാൻ ഹോൾട്ട്, ദെൻ ഒരു വൈൻ മർച്ചൻ്റ് വരുന്നുണ്ടല്ലോ, ഈ റോബിനും റെയ്ഫും അവരുടെ അടുത്ത് നിന്നാണ് ഇത് കട്ടെടുക്കുന്ന ഒരു സിൽവറിൻ്റെ ഗോംബ്ലറ്റ്. സോ ഇത്രയും ആൾക്കാരാണ് ഇതിലെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. ദെൻ ഇതിൽ കോഡ്സ് ഞാൻ നോട്ടായിട്ട് തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഈ ഫോസ്റ്റേഴ്സ് എന്നുള്ള അത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു പ്ലേ ആണ് നമ്മൾ ഇത്രയും 3 ക്ലാസ്സുകളിലായിട്ട് തരുന്നത്. എന്തെങ്കിലും കാര്യം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ തന്നെ MCQs സെപ്പറേറ്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യും. ഈ ഫോസ്റ്റേഴ്സിൻ്റെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർ എനിക്കൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം.